ഓൺലൈൻ എന്റെ വോയിസ് ക്ലിയർ ആണോ? യെസ് സർ, Yes, ക്ലിയർ sir. ആണ്. എല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓൺലൈൻ എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? സർ, Yes, ഞാൻ sir. ചെയ്തു. എനിക്കില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരോ? നീല് സബ്മിറ്റ് ചെയ്തില്ലല്ലോ, ചെയ്തോ? ഇല്ല സർ, ഇന്ന് ചെയ്യാം. ഓക്കെ, ആ ലിങ്കിൽ പറ്റില്ല കേട്ടോ. എനിക്ക് ഡയറക്റ്റ്ലി അയച്ചാൽ മതി. ആ ആ ലിങ്ക് ആയിട്ടുണ്ട്. ഓക്കെ സർ, ഞാൻ ഡയറക്റ്റ്ലി അയക്കാം. ബാക്കിയുള്ളവരോ? ചെയ്ത് സബ്മിറ്റ് Submit. ചെയ്തവർക്കൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. സബ്മിറ്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ബാക്കിയുള്ള രണ്ടുപേരും രുക്മണി, ഷബ്ബാസ് ചെയ്തിട്ടുണ്ടോ? സാർ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു സാർ. എന്ത് പറ്റി ഷബ്ബാസിന്? സാർ എനിക്ക് പനിയായിട്ട് ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ റെഡി ആയോ? ആ ഇപ്പൊ കുഴപ്പമില്ല. ത്രോട്ടിൽ ക്ലാസ് ഇൻഫെക്ഷൻ ആയിരുന്നു. ഓക്കെ, ക്ലാസ് പെൻഡിങ് ലാസ്റ്റ് ഉണ്ടോ? 2 ക്ലാസ്സും കണ്ടിട്ടില്ലായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ അത് കണ്ടിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യട്ടോ. ആ ഓക്കെ സാർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് മുമ്പോട്ട് പോവാം. ഓക്കെ. ഓക്കെ. ഇതുവരെ എടുത്ത എല്ലാ ഫംഗ്ഷന്റെ കൺസെപ്റ്റും കാര്യങ്ങളും ക്ലിയർ ആണ് എല്ലാവർക്കും? ഓൺലൈൻ ഓഫ്ലൈൻ ഇതുവരെ എടുത്ത എല്ലാ ഫംഗ്ഷന്റെയും കൺസെപ്റ്റും കാര്യങ്ങളും ക്ലിയർ ആണ്? ഉം? മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ചെയ്തത്? അല്ല ജസ്റ്റ് കോപ്പി പേസ്റ്റ് ആണ്? എന്താ? ഉം? മനസ്സിലാക്കിയിട്ട് തന്നെയാണോ? ഉറപ്പാണോ? ഉം? ഇത് പറഞ്ഞാൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? ഉം? ചെയ്യാൻ പറ്റുമോ? തിങ്കളാഴ്ച വരുമ്പോൾ അത് കാണണം കേട്ടോ. ഉം? തിങ്കളാഴ്ച വരുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാവും ബാച്ച്. പക്ഷെ ബാച്ചായിട്ട് മാറുമോ? എങ്ങനെ ഉണ്ടാവുക? തിങ്കളാഴ്ച വരുമ്പോഴൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടാവും? ഇതുപോലെ തന്നെ ഉണ്ടാവും എല്ലാവരും? ഇതിനേക്കാളും ഒന്ന് അപ്ഡേറ്റഡ് വേർഷൻ ആവോ, അല്ല ഇതുപോലെ തന്നെ ഉണ്ടാവോ? നിങ്ങൾ തന്നെ പറ. ഉം? ഇതുപോലെ തന്നെ ആയിരിക്കുമോ? അപ്ഡേറ്റഡ് വേർഷൻ ആയിരിക്കുമോ? ഉറപ്പാണോ? എന്ത് അപ്ഡേഷനാണ് വരുത്താൻ പോകുന്നത്? ഒന്നുകൂടെ കൂടുതലായിട്ട് പഠിക്കും പിന്നെ. ഉം? ഉം? പിന്നെ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കമ്മ്യൂണിക്കേഷനിൽ ഔട്ട് ഓഫ് 10 ഒരു 8 റേറ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര പേര് ക്ലാസ്സിലുണ്ട്? കമ്മ്യൂണിക്കേഷനിൽ ഔട്ട് ഓഫ് 10 ഒരു 8 പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് ക്ലാസ്സിൽ? ഔട്ട് ഓഫ് 10 8. 9 ഞാൻ വിട്ടു, 8 അതിന്റെ ബാക്കി. സ്റ്റിൽ 2 പേര് മാത്രമേ ഉള്ളൂ. ഓഫ്ലൈനിൽ ആരും ഇല്ലേ? ഏതാ? ഹോസ്റ്റൽ ഉണ്ടോ? അതിന് ഓഫ്ലൈൻ ബാക്കി ആരും ഇല്ല? ആകെ 2 പേരോ? ബാക്കിയുള്ളവരോ? ആയിഷ, അജിത്, ആൽവിൻ, അനന്തു, ആര്യ, ജോഷിൻ, നന്ദഗോപാൽ, മുഫീദ, നിഖിൽ, സന്ദീപ്, ഷഹബാസ്. ആർക്കും ഔട്ട് ഓഫ് 10 8 പോലും റേറ്റ് ചെയ്യാൻ പറ്റില്ല? ഞാൻ നിങ്ങളുടെ എന്താണ് പറയുക, ഇംഗ്ലീഷിലെ ഗ്രാമർ എന്നല്ല ചോദിച്ചേ. നിങ്ങളെ ഒരു കോൺഫിഡൻസ് ലെവൽ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. സോറി സാർ, ഞാൻ കണക്ഷൻ വിട്ടുപോയായിരുന്നു, കേട്ടില്ല. ഓക്കെ. ഇവിടെ എനിക്ക് നല്ല ഗ്രാമർ ഒന്നും അറിയില്ല കേട്ടോ. സീരിയസ്ലി, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങളായിട്ട് ഇപ്പൊ ശരിക്കൊക്കെ ചെയ്യും. ഉം?
ഞങ്ങളുടെ കോൺഫിഡൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എത്ര പേരെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഔട്ട് ഓഫ് 10 8. എനിക്ക് 8 റേറ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും. ഉം. അത് പറഞ്ഞപ്പോ കുറച്ച് പേര് എക്സ്ട്രാ ഹാൻഡ് റൈസ് ആയി. എല്ലാവരും ഗ്രാമർ പഠിച്ചിട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പടി എന്താ? ഗ്രാമർ പറഞ്ഞപ്പോ 2-3 ആൾക്കാർ എക്സ്ട്രാ വന്നു. ഇനി അടുത്ത് എന്താ മാറ്റണ്ടേ? ഉം? അടുത്ത് എന്താ മാറ്റണ്ടേ? പ്രൊഫഷൻസി ആണോ, നിങ്ങൾ ഫ്ലുവൻസി ആണോ? ഫ്ലുവൻസി ആണോ നിങ്ങളുടെ ഇഷ്യൂ? പിന്നെയോ? നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് കേട്ടോ. നിങ്ങളുടെ കേപ്പബിലിറ്റി ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഈ എല്ലാവരും ഇംഗ്ലീഷ് സിനിമ കാണാറുണ്ടോ? ഒരുപാട് പേര് കാണുന്ന ആൾക്കാരായിരിക്കും. സബ് ടൈറ്റിൽ പോലും അത് മനസ്സിലാക്കാൻ പറ്റാറില്ലേ? ഉം? മനസ്സിലാക്കാറില്ലേ? ഒട്ടുമിക്ക ആൾക്കാരും മനസ്സിലാക്കാറുണ്ട്. നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടി എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഉം? പിന്നെയോ? 8 പറയാൻ പറ്റാത്തതിനെ പേടിയെന്ന് വിളിക്കുക. ഇന്ന് എത്ര പറ്റും? 7 പറ്റുമോ? ഇപ്പൊ 7 8 പോകാൻ എന്താ പ്രശ്നം? ഉം. ഉം. ആ ക്ലാസ് ഇംഗ്ലീഷിലോട്ട് മാറ്റണോ? ക്ലാസ് ഇംഗ്ലീഷിലോട്ട് മാറ്റണോ? അപ്പൊ ഡെയിലി സംസാരിക്കാലോ. ഉം? വേണമെങ്കിൽ പറയാൻ മാറ്റിത്തരാം. വേണോ? ഞാനും അത്ര നല്ലതൊന്നല്ല ഇംഗ്ലീഷില്. പലതും ഇമ്പ്രൂവ് ചെയ്യാം. അവിടെ ചോദിച്ചത്. ഓക്കെ, ജസ്റ്റ് ചോദിച്ചു എന്ന് മാത്രമല്ല കേട്ടോ, എല്ലാവരോടും ഒരു ഇതറിയാൻ വേണ്ടിട്ട് മാത്രം. നിങ്ങൾ സംസാരിച്ച് പഠിക്കട്ടെ ഇംഗ്ലീഷൊക്കെ, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മീൻസ് മറ്റൊരാളോട് തന്നെ പോയിട്ട് സംസാരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ടിരുന്ന് നിങ്ങൾ സംസാരിച്ച് നോക്കിക്കോ. നിങ്ങളെ കൊണ്ട് ചെയ്യാനൊക്കെ പറ്റും. ആദ്യമൊക്കെ തമാശക്ക് ഉണ്ടാവും, പിന്നെ അത് സീരിയസ് ആയിട്ട് മാറിക്കോളും. അല്ലാതെ എനിക്ക് ഇതൊന്നും ചെയ്യാനൊന്നും ഒരിക്കലും പറ്റില്ല കേട്ടോ. പഠിക്കുന്ന കൺസെപ്റ്റ് എന്ത് ചെയ്യുക, ഫസ്റ്റ് നോർമൽ ആയിട്ട് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ട്രൈ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അത് ഒന്ന് കൺവേർട്ട് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുന്ന തലേന്നൊക്കെ അത് വിചാരിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ പാരലലി പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. നിങ്ങൾ എത്ര വലിയ ഇംഗ്ലീഷിലെ ഗ്രാമർ അറിയാന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് പോകും. അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നിങ്ങളൊരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ ഡെയിലി അവിടെ മീറ്റിംഗ് ഉണ്ടാവും. ഡെയിലി മീറ്റിംഗ് ഉണ്ടാവും. ഈ മീറ്റിംഗിൽ അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്തായിരിക്കും? ഇംഗ്ലീഷ് ആയിരിക്കും. ഇനിയിപ്പോ നിങ്ങളുടെ ക്ലയന്റ്, ചിലപ്പോൾ നിങ്ങളുടെ ക്ലയന്റ്, നിങ്ങൾ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്, ക്ലയന്റ് ചിലപ്പോൾ ജർമ്മനിയിലും UK-യിലും US-ലും, അവരോട് നിങ്ങൾ എന്താ സംസാരിക്കുക? ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനില്ലോ. ചിലപ്പോൾ നിങ്ങളുടെ മാനേജർ മലയാളി ആയിരിക്കും, ചിലപ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കുന്നത് എന്തായിരിക്കും? ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. മാനേജർ മലയാളി എന്ന് വെച്ചിട്ട് അവരോട് പോയി മലയാളം പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? മൈ ബോസ് ഉണ്ടാവില്ല സിനിമ എല്ലാവരും, അതുപോലെ ഉണ്ടാവും. ആ സിനിമയിൽ കാണിക്കുന്നത് കോമഡി ആണെങ്കിലും അത് ചില സമയത്ത് വളരെ എന്താ പറയാ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അനുഭവിച്ചവർക്ക് അറിയാം നല്ല രീതിയിൽ. ഞാൻ മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദി അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ അവരവിടെ ഹിന്ദിനെക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ഞാൻ വിചാരിച്ചു എനിക്ക് എന്നെ ഹിന്ദി ഇമ്പ്രൂവ് ചെയ്യാൻ വെച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷെ അവിടെ ആരും ഹിന്ദി യൂസ് ചെയ്യുന്നില്ല. അവർ ഫുൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. അവരെന്നോട് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി, അപ്പൊ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ക്ലിയർ ആക്കാന്ന് പറഞ്ഞു. ഞാൻ പറയും എനിക്ക് ഹിന്ദി ക്ലിയർ ആക്കേണ്ട, ഇംഗ്ലീഷ് വല്ല കുഴപ്പമില്ല. പക്ഷെ അവർക്ക് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അവരെന്ത് ചെയ്യും, അവർ ഹിന്ദി സംസാരിക്കില്ല, അവർ ഇംഗ്ലീഷിൽ മാത്രം എന്നോട് സംസാരിക്കും. എനിക്ക് ഹിന്ദി അറിയാമെന്ന് പറഞ്ഞാലും അവരെന്ത് ചെയ്യില്ല, ഹിന്ദി എന്നോട് സംസാരിക്കില്ല. അവർ പറയുന്ന ഇംഗ്ലീഷൊക്കെ നമുക്ക് ചിരി വരും. ആ ലെവൽസ് ഓഫ് ഇംഗ്ലീഷാണ് അവർ പറയുക. നോളജിനൊക്കെ വായിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ അവരത് പറയും, നല്ല വ്യക്തമായിട്ട് അവർ പറയും. ഏത് മീറ്റിംഗിൽ അവർ തുറന്ന് പറയും. അങ്ങനെ അവരത് പഠിച്ചു പോകുന്നു മുമ്പോട്ട്. നമ്മളെ പോലെ എന്ത് ചെയ്യുന്നില്ല, അയ്യോ അത് പറയുമ്പോ തെറ്റിപ്പോവാന്ന് വിചാരിച്ചിട്ട് അവർ മാറി നിൽക്കുന്നില്ല. എന്നെക്കാൾ എത്രയോ ഹൈ ലെവൽ എക്സ്പീരിയൻസ് ആൾക്കാരാണ് ഈ ഒരു ഡയലോഗ് എന്നോട് പറയുന്നത്. സീരിയസ്ലി ഞാൻ പറയാം, അവര് ക്നോളജ് എന്ന് വായിക്കും, ക്നോളജ് ഇപ്പോഴും.
ആ, സീറോ അങ്ങനെ അവർ വായിക്കും. പക്ഷെ അവരത് ചെയ്യുന്നുണ്ട്, അതാണ് അവർ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം. നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ പേടിച്ച് മാറി നിൽക്കുമ്പോൾ അവരെന്താണ്, അതൊന്നും നോക്കാതെ അവർ കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അത് ഓപ്പോസിറ്റുകാർക്ക് ഈസി ആയിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അതാ വേണ്ടത്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ, ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മീഡിയം മാത്രമാണ്. നമ്മൾ പറയുന്നത് ഓപ്പോസിറ്റ് ആൾക്ക് മനസ്സിലായാൽ മതി, പ്രോപ്പറായിട്ട് ആൾക്ക് അത് കൺവേ ആയാൽ മതി. അത് നിങ്ങൾക്ക് നല്ല ഗ്രാമർ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ പറയുന്ന ടോണും നിങ്ങളുടെ എന്താ പറയാ ആ ഒരു വോയിസ് മോഡുലേഷനും എക്സ്പ്രഷനിലും എല്ലാം അത് ഉണ്ട് ആ കാര്യം. അപ്പൊ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് അതിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ നേരിട്ട് ഒരാൾ സംസാരിക്കുന്നതും ഫോൺ ത്രൂ സംസാരിക്കുന്ന നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നു. എന്താ വ്യത്യാസം? നേരിട്ട് ഒരാൾ സംസാരിക്കുന്നതും ഫോണിലൂടെ സംസാരിക്കുന്നതും എന്ത് വ്യത്യാസം? ഫോണിലൂടെ സംസാരിക്കാൻ നമുക്ക് ഇമോഷൻസ് ഒരിക്കലും കൈമാറാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഫോണിൽ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മളൊന്ന് സൗണ്ട് കൂട്ടും. അതിപ്പം കുറച്ചുകൂടെ എന്താണ് ഹാർഡർ ആയിട്ടുള്ള ഒരാളെ സൗണ്ട് കൂട്ടുന്നത് എന്തായിരിക്കും, ഓപ്പോസിറ്റ് കേൾക്കുന്ന ആൾ വിചാരിക്കുക ഇവനെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്തായിരുന്നു നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ ടോണിന്ന് മാറിക്കഴിഞ്ഞാൽ അത് എടുക്കുന്ന ആൾ എന്താവും, വേറെ രീതിയിൽ അത് എടുക്കാൻ തുടങ്ങും. അപ്പോ ലാംഗ്വേജ് എന്ന ജസ്റ്റ് എന്താണ്, രണ്ടാൾക്കാരെ നമ്മൾ കണക്ട് ചെയ്യാൻ ഒരു മീഡിയം മാത്രമേ ഉള്ളൂ. അതിന്റെ അകത്ത് നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങൾ കുറേ കൺസ്ട്രെയിൻസ് വെക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ആ ഒരു ഏരിയയിൽ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് പോകുന്നത്. അതിലൊന്ന് ഏറ്റവും കൂടുതൽ ഗ്രാമർ, ഞാൻ മനസ്സിലാക്കത്തോളം കാര്യം ഗ്രാമർ മിസ്റ്റേക്സ്. സെക്കൻഡ് വൺ ഫ്ലുവൻസി. തേർഡ് വൺ ഞാൻ പറയുന്നത് ശരിയാണോ എന്നതിന്റെ ഒരു പേടി. അതാണ് ഏറ്റവും കൂടുതൽ അല്ലെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കോമഡി ആയിട്ട് മാറുമോ, അല്ലെങ്കിൽ അത് വലിയ മണ്ടത്തരാവോ എന്നുള്ള പേടി. ഒട്ടുമിക്ക ആൾക്കാരുടെയും മനസ്സിലതല്ലേ വലിയ കാര്യം, പേടി. ആ പേടി മാറാൻ എന്താ ചെയ്യണ്ടേ? പേടി മാറാൻ എന്തിനാ, പ്രാക്ടീസ് മാത്രം ചെയ്താൽ മതിയോ? സംസാരിക്കണം. തെറ്റ് പറഞ്ഞിട്ട് സംസാരിക്കാൻ തുടങ്ങണം, അല്ലാതെ പേടിയൊന്നും പോവില്ല. നിങ്ങൾ പേടിച്ചിട്ട് പുറകിലോട്ട് മാറിയെന്നില്ല, ജീവിതകാലം മൊത്തം പുറകിലോട്ട് മാറി നിൽക്കാനേ പറ്റും. നിങ്ങൾക്ക് ഒരിക്കലും മുമ്പോട്ട് വരാനേ പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് പേർക്ക് അത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടൊരു കാര്യമായിരിക്കും. നിങ്ങൾ എവിടെയൊക്കെ മാറി നിന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് പിന്നെ തോന്നിയിട്ടുണ്ടാവും അയ്യോ അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നി ഒരുപാട് പേര് ഇപ്പോൾ ക്ലാസ്സിൽ ഉണ്ടാവും. ഉണ്ടാവില്ലേ? എത്രയോ സ്റ്റേജസ് നമ്മൾ അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ടാവും. എത്രയോ സ്റ്റേജസ് മിസ് ചെയ്തിട്ടുണ്ടോ, ഒന്ന് റിമൈൻഡ് ചെയ്ത് നോക്കിയേ. പുറകോട്ട് ചിന്തിക്കാൻ അത്ര നല്ലതല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒന്നിനെയും പേടിച്ചിട്ട് മാറി നിൽക്കരുത് കേട്ടോ, ഞാൻ ഇപ്പോഴേ പറയാം. അത് ചെയ്തു നോക്കുക, ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അയ്യോ ഇത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് തന്നെ അപ്പോൾ ഫീൽ ആവും. ചിലപ്പോൾ അത് തെറ്റായിരിക്കും, അതിനാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പുതിയൊരു കാര്യം പഠിക്കുന്നുണ്ടാവോ. അത് പഠിക്കാത്തതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് പേര് ഇപ്പോഴും നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു പ്രോസസ് അത് എനിക്കതാ മനസ്സിലായി. നിങ്ങൾ എല്ലാവരും അടിപൊളിയാ, അതല്ലാതെ ഒരിക്കലും പറയാം. ടെക്നിക്കലി നിങ്ങൾക്ക് ബ്രില്യന്റ് ആണ് എല്ലാവരും, പക്ഷേ ഈ ഒരു പാർട്ട് നിങ്ങൾ വളരെ വീക്കാണ് ഈ ഒരു ഏരിയയിൽ. മീൻസ് വളരെ പേര് പോകുന്നത്. ഇപ്പൊ ഒരു ഇന്റർവ്യൂയോട് ശബ്ദം ഉയർത്തിയിട്ട് നിങ്ങൾ എസ് എന്ന് പറഞ്ഞത് എസ് ആണോ ചോദിച്ചാൽ നിങ്ങൾ അപ്പൊ തന്നെ എന്ത് പറയും, അല്ല സാർ നോ എന്ന് പറയും. ആ രീതിയിൽ ഒരുപാട് പേരുള്ളത്. നിങ്ങളൊരു കൺഫ്യൂഷൻ പാർട്ടിലാണ് ഉള്ളതെങ്കിൽ അവർ നിങ്ങൾ ട്രിക്കി ആയിട്ടൊന്ന് അടിച്ചു നോക്കും, നിങ്ങൾ അവിടെ സ്റ്റേബിൾ ആണോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നിങ്ങളത് അതിലോട്ട് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ, ഏതാ വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. നിങ്ങളായിട്ട് തന്നെ ചെയ്തു തുടങ്ങണം ഓരോ കാര്യങ്ങളും. ഇനി വരുന്ന ഒരു 5 ദിവസത്തെ വെക്കേഷൻസ് ഇതുപോലെ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ മാക്സിമം യൂസ് ചെയ്യാം കേട്ടോ. ടെക്നിക്കൽ നോളജിന്റെ കൂടെ ഇതുപോലെ സോഫ്റ്റ് സ്കില്ലും കൂടെ നല്ല രീതിയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാം. അതിന് വേറൊരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിൽ കിട്ടുന്നുണ്ടാവും. ടെക്നിക്കൽ സ്കില്ലിനെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്ന എപ്പോഴും സോഫ്റ്റ് സ്കില്ലിലായിരിക്കും. ടെക്നിക്കൽ കോളേജ് നിങ്ങൾ ജസ്റ്റ് അവിടെ എത്തിക്കുക മാത്രമേ ഉള്ളൂ. സോഫ്റ്റ് സ്കില്ലാണ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വളരാൻ നിങ്ങൾ ഇതുണ്ടാവുക. നിങ്ങളൊരു പൊസിഷനിൽ നിങ്ങൾ ആരെ കൊണ്ടുപോക്കും, സോഫ്റ്റ് സ്കില്ല് കൊണ്ടുപോക്കും. സോറി ടെക്നിക്കൽ സ്കില്ല് കൊണ്ടുപോകും, അത് ഞാൻ പറയാം. പക്ഷെ അവിടെ നിങ്ങൾക്ക് വീണ്ടും ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ വേണം. അതില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഗ്രോ ചെയ്യില്ല, ഇരുന്നിടത്ത് അത് അതുപോലെ ആവും. ഇപ്പൊ എനിക്കൊരു മാനേജർ ആവണം ഒരു കമ്പനിയിൽ പോയിട്ട്, എപ്പോഴും ഡെവലപ്പറായിട്ട് മാത്രം ഇരുന്നാൽ മതിയോ? മാനേജർ ആവണം. മാനേജർ ആകുമ്പോൾ അവർ നോക്കുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും, ഇവന്
ഡിഗ്രീനെ കളിയുമ്പോൾ അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തവർ എന്തായിരിക്കും? കമ്മ്യൂണിക്കേഷൻ അല്ല, ഇവനൊരു ടീമിനെ മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് അവർ ലീഡർഷിപ്പ് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. എന്താണ് സൂര്യ? ലീഡർഷിപ്പ് ലീഡർഷിപ്പ്. അതന്നെ, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി. ഒരു വലിയ ടീമിനെ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് അവർ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ആ മാനേജർക്ക് ടെക്നിക്കൽ നോളജ് നല്ല രീതിയിൽ ഇല്ലെങ്കിലും ആൾക്ക് എന്തറിയാം, നല്ല രീതിയിൽ ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അറിയുന്നുണ്ടാവും. അത് നല്ലൊരു മാനേജർ ആയിരിക്കും. പക്ഷെ മറ്റൊരു മാനേജറിന് ടെക്നിക്കൽ അടിപൊളിയായിരിക്കും, പക്ഷെ കൂടുതൽ ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് കാര്യം ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. രണ്ട് മാനേജർ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആൾക്ക് പണി അറിയും വേണം, അതുപോലെ എന്ത് ചെയ്യണം, ബാക്കിയുള്ളവരെ കൊണ്ട് അത് ചെയ്യിക്കാനും പറ്റണം. അത് നല്ല രീതിയിൽ ടീമിനൊക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ചെറിയ സ്കില്ലല്ല. അത് വളരെ കുറച്ച് പേർക്ക് ഉണ്ടാവും. ഇതിലൊക്കെ കാണാൻ പറ്റും, ഓരോ ആൾക്കാരൊക്കെ ഒരു കമ്പനി കയറി കഴിഞ്ഞാൽ 10 വർഷം ഒരേ പോസ്റ്റ് തന്നെ പോകുന്നുണ്ടാവും. പക്ഷെ ബാക്കിയുള്ള കുറച്ച് പേര് കാണുന്നുണ്ടാവും വളരെ ചെറിയ ഇതിൽ തന്നെ വലിയ ഗ്രോത്ത് ഉണ്ടാവും. എന്തുകൊണ്ടാ? അവരതിന്റെ കൂടെ ആ ഒരു സ്കില്ല് കൂടെ ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും. സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് വേണമെങ്കിൽ ആ ലെവലിലോട്ട് മാറാൻ പറ്റും. അത് നിങ്ങൾ ഇന്റർവ്യൂവിലെ പെർഫോമൻസും കാര്യങ്ങളും കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. നിങ്ങൾ സ്കൂളിൽ ചെയ്ത ആക്ടിവിറ്റീസ്, സ്കൂൾ ലീഡർ സ്പോർട്സിന് പോകുമ്പോൾ സ്പോർട്സിന് ലീഡർ ആവുന്നു, മറ്റെന്താണ് NSSന്റെ വളണ്ടിയർ ആവുന്നു. അതൊക്കെ നിങ്ങളുടെ ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഡിസ്പ്ലേ ചെയ്യുന്ന ഏരിയാസ് ആണ്. ഒരു സ്കൂൾ ലീഡർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പണ്ടത്തെ എന്തായിരിക്കും, ഇത് വലിയ റെസ്പോൺസിബിലിറ്റി ആണല്ലേ. പക്ഷെ അന്ന് ആ റെസ്പോൺസിബിലിറ്റി എടുത്തത് ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഒരു വലിയ ടീമിനെ നയിക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും. അടുത്ത ആൾക്കത് അറിയായിരിക്കും. അന്നത് ചെയ്ത ഒരാൾ ഇപ്പം ക്ലാസ്സിലുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇൻ കേസ് എവിടെയെങ്കിലും സ്പോർട്സിന് പോകുമ്പോഴും ആർട്സിന് പോകുമ്പോഴും അല്ലെങ്കിൽ ടൂറിന് പോകുമ്പോഴും ആ മൊത്തം ബാച്ചിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ ക്ലാസ്സിലുണ്ടാവും. ആള് ഇന്ന് വേറെ ലെവലിലുണ്ടാവും. ആൾ എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ആൾ ചിലപ്പോൾ ടെക്നിക്കലിയും അല്ലെങ്കിൽ പഠിക്കാൻ ഒരു ബിലോ ആവറേജ് ആണെങ്കിലും ആളിപ്പം ചെയ്യുന്നത് വേറെ ലെവൽസ് കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാ ആ മാനേജിങ് കപ്പാസിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതുപോലുള്ള കാര്യങ്ങളിൽ കൂടെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതുകൂടെ പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് പോവുക. ഉം. പിന്നെ സംസാരിക്കുമ്പോൾ വോയിസ് മോഡുലേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇനി അങ്ങോട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക് ടോക്ക് പോലെ ഒരുപാട് വീഡിയോസ് ഒക്കെ എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. കേട്ടോ, TED ടോക്സ്, ടെക് ടോക്സ് യൂട്യൂബിൽ കാണാറുണ്ടോ? സോഫ്റ്റ്സ് ആ വീഡിയോസ് ഒക്കെ ജസ്റ്റ് റെഫർ ചെയ്യുന്ന അവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. മറ്റെന്താ പറയാ, കത്രീന കൈഫിന്റെ പിന്നെ ദുൽഖർ സൽമാന്റെ ഒക്കെ നോക്കിയാൽ മതി. അവരുടെയൊക്കെ ആ ഒരു വോയിസ് മോഡുലേഷൻ, പൃഥ്വിരാജ്, മമ്മൂട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആള് കരയുന്നെങ്കിൽ നമ്മളൊക്കെ കരഞ്ഞു പോകില്ലേ? എങ്ങനെയാ അതെങ്ങനെയാ ചെയ്യുന്നത്? ഇവർ മോഹൻലാൽ, ഇനി മോഹൻലാൽ ഫാൻസ് സങ്കടം വേണ്ട. എങ്ങനെയാ അവനോട് കരയിപ്പിക്കുന്നത്? എങ്ങനെയാ ഇമോഷൻസ് അവർ വോയിസിലൂടെ നമുക്ക് എക്സ്പ്രഷൻ ചെയ്തു തരും. നമ്മൾ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിരിക്കുന്നു, ഒരു മോട്ടിവേഷൻ സ്പീക്കർ എടുത്ത് നിങ്ങൾക്ക് എങ്ങനെയാ ഒരു ഗൂസ് ബമ്പ് കിട്ടുന്ന എങ്ങനെയായിരിക്കും? വെറുതെ ഒരു മൈക്ക് എടുത്തിട്ട് ഒരു കഥ പറഞ്ഞാൽ അത് കിട്ടുമോ? ആള് കറക്റ്റ് ആ പഞ്ച് എത്തുന്ന സമയത്ത് ആളുടെ വോയിസ് ടോൺ ഒന്ന് മാറ്റും. നിങ്ങൾ പീക്ക് ലെവലിലോട്ട് മാറ്റി എടുത്തിട്ട് അവിടുന്ന് പതിയെ താഴ്ത്തി കൊണ്ടുവരും. നിങ്ങൾ ശ്രദ്ധിച്ചോ? അതാണ് വോയിസ് ടോണിന്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ പണ്ട് എക്സാം എഴുതുമ്പോൾ ഇമ്പോർട്ടന്റ് പോയിന്റ് അടിയിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാറില്ലേ? എന്തിനാ അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നത്? 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇമ്പോർട്ടന്റ് ലൈൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കും. എന്തിനാ? അത് പെട്ടെന്ന് അവർക്ക് മനസ്സിലായിട്ട് മാർക്ക് കൊടുക്കാൻ. അതുപോലെ തന്നെയാണ് സംസാരിക്കുമ്പോഴും ഉള്ള കാര്യം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മോഡുലേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓ ഇതാണ് മെയിൻ കോർ പാർട്ട്. അതിനൊക്കെ അവിടെ അഡ്വാൻറ്റേജ് ഉണ്ട് ആ കാര്യത്തിലൊക്കെ. അപ്പൊ അതിലോട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരിയർ വലിയ രീതിയിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലുള്ള കാര്യത്തിലോട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മൾ ടെക്നിക്കലി നിങ്ങൾക്ക് അത്യാവശ്യം നോളജ് ഒക്കെ ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഈ ഏരിയയിലായിരിക്കുമ്പോൾ കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ആ ഏരിയ കൂടെ എന്ത് ചെയ്യും, കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും. രണ്ട് ഇമ്പോർട്ടന്റ് ആണ്, രണ്ടും ഒരുപോലെ ഇമ്പ്രൂവ് ചെയ്ത് പോകും. ഈ ഒരു പ്രായത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞത്, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ അതൊക്കെ നിങ്ങളുടെ ഗോൾഡൻ ഏജസ് ആണ്. അത് കവി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും പറയും ഏജ് ഡസ് നോട്ട് മാറ്റേഴ്സ് ഒക്കെ പറയും, പക്ഷെ ഏജ് മാറ്റേഴ്സ് ആണ്. എല്ലാവർക്കും ഒരുപോലെ എന്ന് പറയില്ല, കുറച്ച് പേർക്ക് അത് മാറ്റേഴ്സ് ആയിരിക്കും. ഇപ്പം കിട്ടുന്ന ഫ്രീഡം ഒരു 4-5 വർഷം കഴിഞ്ഞാൽ കിട്ടില്ല. കുറെ കൺസ്റ്റൻസും കാര്യങ്ങളും വരും, നിങ്ങൾ ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റും,
അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് അനുഭവിച്ച ഒരാളാണ് നിങ്ങളോട് പറയുന്നത്. അന്ന് ഇതൊന്നും ഞാൻ കെയർ ചെയ്തിട്ടില്ല, അന്ന് അടിച്ചു പൊളിച്ച് ജീവിച്ചു, ഇന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റാതായി. അതുകൊണ്ട് ഇപ്പോഴും ആ ഒരു കാര്യം ചെയ്തിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തൊരു 19 വർഷം നിങ്ങളുടെ മാത്രമായിട്ട് മാറും. ഞാൻ ഗ്യാരണ്ടി തരാം. ഇപ്പോൾ ചെയ്താൽ. ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ അടുത്ത 19 വർഷം നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. ഇപ്പോഴത്തെ 2-3 വർഷം സ്ട്രഗിൾ ചെയ്യണോ, അല്ല ഇനി വരാൻ പോകുന്ന ഒരു 10-50 വർഷം സ്ട്രഗിൾ ചെയ്യണോ? ഏതാ ബെസ്റ്റ്? ഇപ്പൊ 2-3 വർഷം ജസ്റ്റ് സ്ട്രഗിൾ ചെയ്താൽ പോരെ? സ്ട്രഗിളിംഗ് അല്ല, സാക്രിഫൈസ് എന്ന് പറയാം ശരിക്കും പറഞ്ഞാല്. സാക്രിഫൈസ് ശരിക്കുള്ള വേർഡ് അതാണ്. ഇപ്പൊ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റും. ഞാൻ ആ ഒരു വേർഡ് തന്നെ യൂസ് ചെയ്യും, സാക്രിഫൈസ്. മുമ്പ് ഒരു സ്റ്റുഡന്റ് ഇവിടുന്ന് ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആളെ ക്ലാസ്സിൽ പറഞ്ഞൊരു വേർഡായിരുന്നു അത്. അത് വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു അവളെ പറഞ്ഞപ്പോൾ. അവളെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, അവൾ ഓൾറെഡി കുറച്ച് ഏജ് ഓവർ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. ആ ബാച്ചിൽ മൊത്തം ഫ്രഷ് പാസ് ഔട്ട് ആൾക്കാർ. നല്ല യൂണിറ്റിയുള്ള ബാച്ച് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബാച്ചാണ്. നല്ല സ്റ്റുഡൻസ് ആയിരുന്നു. അവർ പോകുമ്പോൾ ഓരോ ആൾക്കാരായിട്ട് സംസാരിച്ചുകൊണ്ടായിരുന്നു അവർ ഫെയർവെൽ ചെയ്തത്. അപ്പോൾ ഈ ഒരാൾ മാത്രം വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, നിങ്ങൾ കറങ്ങാൻ പോകുമ്പോൾ വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്റെ സിറ്റുവേഷൻ കൊണ്ട് എനിക്ക് പറ്റിയില്ല, പക്ഷെ അതെനിക്ക് അവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. ആ സാക്രിഫൈസ് ആണ് എനിക്ക് ജോലിയായിട്ട് തിരിച്ചു കിട്ടിയെന്നാണ് പറഞ്ഞത്. അതൊക്കെ ജോലി കിട്ടി പെട്ടെന്ന് തന്നെ. ആ ബാച്ചിൽ ഏറ്റവും ഫസ്റ്റ് പ്ലേസ്മെന്റ് ഇട്ടത് ആൾക്കാണ്. ആൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ സാക്രിഫൈസ് ചെയ്ത് മാറ്റി അതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്താലേ മുമ്പോട്ടുള്ള ലൈഫ് ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ആ രീതിയിൽ എന്ത് ചെയ്യുക, മുമ്പോട്ടുള്ള ഓരോ കാര്യങ്ങളും നോക്കിയിട്ട് മുമ്പോട്ട് പോവുക. ഇല്ലെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലോട്ട് പോകും. ഇനി ഒരു 5 ദിവസം ലീവ് വരുന്നില്ലേ? 5 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റുമോ അതിലോട്ടൊക്കെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് കൺസെൻട്രേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. ഒരു ദിവസം പോലും ബ്രേക്ക് എടുക്കരുത് കേട്ടോ. ആണെങ്കിൽ പൂജ വെച്ച് ഒരു ദിവസം ബ്രേക്ക് എടുത്തോ, ബാക്കിയുള്ള ദിവസം ഒന്നും ബ്രേക്ക് എടുക്കരുത് കേട്ടോ. ലാസ്റ്റ് സാർ അന്ന് കൂടെ പഠിക്കാൻ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. ഓക്കെ, അന്ന് ബുക്ക് വെച്ചവരൊക്കെ ചെയ്തോ, അതൊക്കെ ഓരോ ആൾക്കാരുടെ വിശ്വാസങ്ങളാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനും ഫോളോ ചെയ്യുന്ന വിശ്വാസം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കിട്ടുന്ന മാക്സിമം ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം അതിലോട്ട് മാത്രം യൂട്ടിലൈസ് ചെയ്യുക. കുറെ പേര് കൊച്ചിലോട്ട് വന്നത് എന്തൊക്കെയോ വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ടായിരിക്കും. ആ സ്വപ്നങ്ങൾ ചിലപ്പോൾ ഇവിടേക്കോ തട്ടി ഡീവിയേഷൻ പോയിട്ടുണ്ടാവും. എനിക്ക് എന്ത് ചെയ്യുക, തിരിച്ച് റൂട്ടിലോട്ട് കൊണ്ടുവരും കേട്ടോ. ഇനി വീണ്ടും തട്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലക്ഷ്യം വേറെ റൂട്ടിലോട്ടും നിങ്ങൾ സഞ്ചരിക്കുന്ന വേറെ റൂട്ടിലായിരിക്കും. കൊച്ചിയിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ അവസ്ഥ അതാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ വലിയ ലക്ഷ്യങ്ങളായിരിക്കും മനസ്സിലുണ്ടാവുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താവും, ലക്ഷ്യം ഒരു സൈഡിലും നിങ്ങൾ പോകുന്ന വേറെ ഡയറക്ഷനിലും. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും, അവിടെ നിന്നിട്ട് ഇയാളെ നോക്കും, എവിടെ നിന്നിട്ട് കാണാൻ പോലും പറ്റാത്ത ദൂരത്തിൽ ആളുണ്ടാവും. പിന്നെ അവിടെ അത് എത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ വരും, എന്താ, ഈ ഒരു കോഴ്സ് പഠിക്കൂ, പെട്ടെന്ന് ജോലി കിട്ടും. എന്ത് ചെയ്യാം, എന്ന് അത് പഠിച്ചു നോക്കാം, അതിലോട്ട് പോകും. അവിടെ പോയിട്ട് ഇതേ കാര്യം തന്നെയെങ്കിലും ചെയ്യുന്നുണ്ടാവുക, അതും പകുതിക്ക് വെച്ചിട്ട് ഇതേ രീതിയിൽ പോവും, പിന്നെയും പോവും. അതുകൊണ്ട് ആ രീതിയിൽ പോകരുത്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഓരോ ദിവസം നിങ്ങളുടെ തന്നെ ബെറ്റർ വേർഷൻ ആക്കിയിട്ട് നിങ്ങൾ മാക്സിമം മാറ്റിയെടുക്കാൻ നോക്കട്ടോ. നിങ്ങളുടെ തന്നെ ബെറ്റർ വേർഷൻസ്. ആരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട, നിങ്ങളെ തന്നെയായിട്ട് കമ്പയർ ചെയ്തോ. ഇന്നലത്തെ ഞാൻ ഇന്നാവുമ്പോഴേക്കും എനിക്ക് എന്ത് ചേഞ്ച് വന്നു, അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ലൂമിനാറിൽ ഫസ്റ്റ് ജോയിൻ ചെയ്ത മുതൽ ഇന്നത്തെ ദിവസം കൊണ്ട് എനിക്ക് എന്തൊക്കെ ചേഞ്ചസ് ഞാൻ ഉണ്ടാക്കിയെടുത്തു. നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ജയിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് അവിടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട്, എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സ്ഥാനത്ത് നിങ്ങൾ എത്തിപ്പെടും. ഓക്കെ ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ഫംഗ്ഷന്റെ കൺസെപ്റ്റ് ആയിരുന്നു പറഞ്ഞത്? കാൽക്കുലേറ്റ്. കാൽക്കുലേറ്റ് എല്ലാവരും ക്ലിയർ ആയിരുന്നോ? ഓക്കെ ആയിരുന്നു എല്ലാവർക്കും? കാൽക്കുലേറ്റ് പവർഫുൾ ഫംഗ്ഷൻ ആണോ? എന്തുകൊണ്ട് പവർഫുൾ? സ്റ്റെപ്പ് ചെയ്യണ്ട. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പ്രഷനെ നമുക്ക് വേണ്ട കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആര് യൂസ് ചെയ്യാം,
കാൽക്കുലേറ്റ് ഫംഗ്ഷൻ. എന്നിട്ടെങ്കിലും ഗ്രൂപ്പിൽ ഒരു റോൾ ലൈക്ക് സംതിങ് ഷെയർ ചെയ്തിട്ടില്ലേ? ഞാൻ ഉണ്ടാക്കിയൊന്നുമല്ല കേട്ടോ, പഴയ എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടാക്കി തരുന്നതാണ്. ഞാൻ ഷെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ ഒരാൾ എനിക്ക് ഉണ്ടാക്കിയിട്ട് അയച്ചിരുന്നത്. ആൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. സിനിമകളുടെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അത് SQL ട്രോളും പൈത്തന്റെ ട്രോളും പവർ ബിയുടെ ട്രോളൊക്കെ ആയിട്ടാണ് ആൾ പഠിക്കുന്നത്. അവിടെ ലിങ്ക്ഡിൻ പേജൊക്കെ നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. കൺസെപ്റ്റ് അറിയുന്നവർക്ക് അത് കണക്ട് ആവും, അല്ലാത്തവർ എന്ത് വിചാരിക്കും, ഇതെന്താ സംഭവം ഇങ്ങനെ അവരിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. ബാഹുബലിയുടെ സീനൊക്കെ വെച്ചിട്ട് ആൾ ഒരുപാട് കാര്യങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആളെ പഠിക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് അതാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റുഡന്റ് ആ രീതിയിൽ കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ക്യാച്ച് ചെയ്യാൻ എളുപ്പം, കാണുന്നവർക്ക് അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ആളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണ്. ആള് സ്വന്തം ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആൾക്കാർ വീഡിയോ ചെയ്യാറില്ലേ, ആൾ അതുപോലെ സ്വന്തം വീഡിയോ എടുത്തിട്ട് തന്നെ ട്രോൾ ഉണ്ടാക്കാറുണ്ട്. ആളെന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട്, അതും പഠിക്കേണ്ട കാര്യത്തിന് സ്ക്രിപ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് അതിനെ വീഡിയോ ആക്കിയിട്ട് മാറ്റും. അങ്ങനെയും ചെയ്യുവാണ്. അത് ആർക്കെങ്കിലും സ്ട്രൈക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്റെ കരിയറിൽ ഞാൻ ഇതുവരെ കാണാത്തൊരു കാര്യമാണ് ആ ഒരാളുടെ കണ്ടത്. ഓക്കെ, ഓരോ ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അല്ല ഇംഗ്ലീഷിലൊക്കെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഫോറിനേഴ്സ് ഒക്കെ ഒരുപാട് പേര് ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇംഗ്ലീഷിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത കൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെയാണ്, ഒരു കോൺടെക്സ്റ്റ് ഫിൽറ്ററിന്റെ കൺസെപ്റ്റ്. ഇനി അതിന്റെ ഒരു വേറെ ലെവൽ കൺസെപ്റ്റിലോട്ട് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക, എന്നിട്ട് മാത്രം ഇംപ്ലിമെന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമ്മുടെ ഇതിൽ ഏതൊക്കെ വിഷ്വൽസ് പഠിച്ചു? കോളം ചാർട്ട്, ബാർ ചാർട്ട്, പൈ ചാർട്ട്, ഡോണർ ചാർട്ട്, കാർഡ് വിഷ്വൽ, സ്ലൈസർ വിഷ്വൽ. ഓക്കെ, ഇതിലിപ്പം കോളം ചാർട്ട് ആയാലും ബാർ ചാർട്ട് ആയാലും എന്താ പറയാ, സ്ലൈസർ എല്ലാത്തിലും എന്താണ്, ഒരു ഫിൽറ്റർ അതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ എക്സ്പ്രഷനിലോട്ട് വർക്ക് ആവുന്നുണ്ടല്ലേ. ഓക്കെ, അതിപ്പോ ഒരു ബാർ ചാർട്ട് ആണെങ്കിലോ വിഷ്വലിന്റെ അകത്തുനിന്നുള്ള ഫിൽറ്റർ പോകുന്നുണ്ട്. സ്ലൈസറിനാകുമ്പോഴോ സ്ലൈസറിന് ബാക്കിയുള്ള വിഷ്വൽസിന്റെ അകത്തോട്ടാ പോകുന്നത്. ഇത് ഒരു വിഷ്വലിലോട്ട് അതിന്റെ പുറത്തുനിന്നാണ് ഒരു ഫിൽറ്റർ അപ്ലൈ ചെയ്യണല്ലേ. ഓക്കെ, അപ്പൊ എനിക്ക് ഇതിന് പകരം ഡാറ്റാസ് ഒരു ടേബിൾ ലൈക്ക് രൂപത്തിൽ കാണാൻ പറ്റണം. ഒരു ടേബിൾ ലൈക്ക് സ്ട്രക്ചറിൽ ഡാറ്റാസ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. റിപ്പോർട്ടിൽ ചിലപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ആയിട്ട് കാണാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്ന വിഷ്വലിന്റെ പേരാണ് ടേബിൾ വിഷ്വൽ. ടേബിൾ വിഷ്വൽ ഈ ഒരു ബിൽഡ് പെയിനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ സ്ലൈസറിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ എന്ത് കാണാൻ പറ്റും, ടേബിൾ വിഷ്വൽ. ഇതും വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള വിഷ്വൽസിന്റെ അതേ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഡാറ്റാസിന് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം, ഒരു ടേബിൾ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ എനിക്കിവിടെ ഓരോ കൗണ്ടിയിലെയും റവന്യൂ ഡിസ്പ്ലേ ചെയ്യണം. എനിക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടി വരും, കൗണ്ടി. ഇപ്പൊ ലൊക്കേഷൻ ഡാറ്റയിലെ കൗണ്ട് ചെയ്യാൻ നേരെ ഈ വിഷ്വലിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോളത്തിൽ എത്ര ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഉള്ളത്, 22. അപ്പൊ അവിടെ 22 സെൽസ് ക്രിയേറ്റ് ആവുന്നുണ്ടോ? ഒരു കോളവുമായി ആ കോളത്തിൽ 22 സെല്ലുമായി, അല്ലെങ്കിൽ 22 വാല്യൂസ് ആയി. സെൽ എലമെന്റ്സ് ആണ് അതിനെ കോൾ ചെയ്യുക. സെൽ എലമെന്റ്സ് 22 സെൽ എലമെന്റ്സ് ക്രിയേറ്റ് ആയി. അപ്പൊ ഈ വിഷ്വലിനകത്ത് ഇപ്പൊ ആരുണ്ട്, കൗണ്ടി എന്ന് പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലേ. ഇനി ഇതിലോട്ട് ഞാനൊരു ഡാക്സിന്റെ എക്സ്പ്രഷൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ വിഷ്വലിനകത്ത് ഞാനൊരു ഡാക്സിന്റെ എക്സ്പ്രഷൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, എന്താ ചെയ്യും, ഓരോ കൗണ്ടിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ആ എക്സ്പ്രഷൻ അപ്ഡേറ്റ് ആവും. നമ്മൾ നോർമൽ വിഷ്വലൊക്കെ വർക്ക് ചെയ്യുന്ന അതേ കൺസെപ്റ്റ് തന്നെ. ഞാൻ ഇതിലോട്ട് എന്ത് ചെയ്തു, നമ്മുടെ ടോട്ടൽ സെയിൽസ് ആഡ് ചെയ്തു. ടോട്ടൽ സെയിൽസ് നേരെ ഇതിലോട്ട് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഓരോ റോയിലും എന്താവും, ഓരോ സെല്ലും അത് ഓരോ ആൾക്കാർക്ക് അനുസരിച്ച് മെഷീൻ അപ്ഡേറ്റ് ചെയ്യും. ഈ ഫസ്റ്റ് റോ ആരുടെ മാത്രമായിരിക്കും, അലമേഡ കൗണ്ടിയുടെ മാത്രമായിരിക്കും. ഇത് കോൺട്രാ കോസ്റ്റ കൗണ്ടി, ഇത് ഫ്രെസ്നോ കൗണ്ടി, കേൺ കൗണ്ടി, ലോസ് നിലസ് കൗണ്ടി, മൊണ്ടീര കൗണ്ടി, ഓറഞ്ച്. അങ്ങനെ ഓരോന്നും ഓരോ കൗണ്ടിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. ക്ലിയർ ആയോ? ഇനി ഞാൻ നമ്മുടെ പ്രോഫിറ്റിന് ഇതിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താലോ, ഇതുപോലെ തന്നെ എനിക്ക് വർക്ക് ചെയ്യാം. ഇത് പ്രോഫിറ്റിന്റെ അകത്ത് ആക്ച്വലി ആരൊക്കെയുണ്ട്, ടോട്ടൽ സെയിൽസും കോസ്റ്റും. ഞാൻ ഈ പ്രോഫിറ്റ് ഇതിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ സെയിൽസ് ആരുടെ ആവും, ഓരോ കൗണ്ടിയുടെ ആവും, കോസ്റ്റും ഓരോ കൗണ്ടിയുടെ ആവും. എന്നിട്ട് എന്ത് ചെയ്യും, അത് സബ്സ്ട്രാക്ട് ചെയ്തായിരിക്കും നമുക്ക് കൂടി ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ആവും. ക്ലിയർ ആണ് എല്ലാവർക്കും? ഏത്
ഇവിടെ ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ടോട്ടൽ സെയിൽസ് ആഡ് ചെയ്യും, അലമേഡ കൗണ്ടിയുടെ ആവും, ടോട്ടൽ കോസ്റ്റും അലമേഡ കൗണ്ടിയുടെ ആവും. അത് നമ്മൾ എന്ത് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യും. ഒന്നുകൂടെ ക്ലിയർ ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് കൂടെ ആഡ് ചെയ്ത് നോക്കാം. അത് 14,64,397 മൈനസ് 9,86,741. അതായിരിക്കും ഈ ഒരു വാല്യൂ. നമ്മൾ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കും, ഇത് തന്നെയായിരിക്കും ഇവിടെ കിട്ടുന്ന സെയിം വാല്യൂ. ക്ലിയർ ആണ് എല്ലാവർക്കും? ടേബിൾ ഇഷ്ടം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഞാൻ തൽക്കാലം കോസ്റ്റും പ്രോഫിറ്റും അവിടുന്ന് ഒഴിവാക്കും. ഓക്കെ. അതിന് പകരം ക്ലയന്റ് എന്നോട് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓരോ കൗണ്ടിയുടെയും റിലേറ്റീവ് പെർസെൻറ്റേജ് ഡിസ്പ്ലേ ചെയ്യണം. ഓരോ കൗണ്ടിയുടെയും സെയിൽസിന്റെ റിലേറ്റീവ് പെർസെൻറ്റേജ് ഡിസ്പ്ലേ ചെയ്യണം. റിലേറ്റീവ് പെർസെൻറ്റേജ് പറഞ്ഞാൽ എന്തായിരിക്കും, അലമേഡ കൗണ്ടിയുടെ റവന്യൂ കമ്പനിയുടെ ഓവറോൾ റവന്യൂയുടെ എത്ര പെർസെൻറ്റേജ് ആണ്. ക്ലിയർ ആയോ? അതുപോലെ കോൺട്രാ കോസ്റ്റ കൗണ്ടിയുടെ റവന്യൂ കമ്പനിയുടെ ഓവറോൾ റവന്യൂയുടെ എത്ര പെർസെൻറ്റേജ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ചെയ്യുക? അലമേഡ കൗണ്ടിന്റെ അലമേഡ കൗണ്ടിയിലെ ടോട്ടൽ സെയിൽസ് ഡിവൈഡ് ബൈ കമ്പനിയുടെ ഓവറോൾ ടോട്ടൽ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ. ഇവിടെ കാണാം 14,64,397 ഡിവൈഡ് ബൈ ഈ 2 കോർ 56,61,209. അതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്ന പെർസെൻറ്റേജ് വാല്യൂ. നമുക്ക് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് നമ്മൾ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം, ഡിവൈഡ് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഡമ്മി ടേബിൾ സെലക്ട് ചെയ്തു. ഇവിടെ ഫോൾഡറിന്റെ അകത്താണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ മെഷർ സെലക്ട് ചെയ്യണം കേട്ടോ. ന്യൂ മെഷർ, മെഷറിന്റെ പേര് ഞാൻ റിലേറ്റീവ് സെയിൽസ് പെർസെൻറ്റേജ് എന്ന് പാസ് ചെയ്യും. ഈക്വൽ ടു ഏതായിരിക്കും ഫംഗ്ഷൻ, ഡിവൈഡ്. ഡിവൈഡ് ഓഫ് ന്യൂമറേറ്റർ ആയിരിക്കും വരാൻ പോകുന്നത്, ഓരോ കൗണ്ടിയുടെയും ടോട്ടൽ സെയിൽസ്. അതാണ് നമ്മുടെ നോർമൽ എന്ത് പറയുന്നത്, ഡാക്സിന്റെ എക്സ്പ്രഷൻ, ടോട്ടൽ സെയിൽസ് ഡാക്സിന്റെ എക്സ്പ്രഷൻ. ഓക്കെ. അതെന്താവും, ഈ ഒരു വിഷയത്തിനകത്ത് കയറുമ്പോൾ ഓരോ ആൾക്കാർക്കായിട്ട് മാറിക്കോളും. അത് ഈ ഒരു മെഷർ ഇതിന്റെ അകത്ത് കയറിയാൽ മാത്രമേ ഇത് മാറൂ, കയറാതെ മാറില്ലല്ലോ. അല്ല, ഇപ്പൊ ഇത് ടോട്ടൽ മൊത്തത്തിൽ വരും. പക്ഷെ ഈ ഒരു മെഷർ ഞാൻ ഈ വിഷ്വലിന്റെ അകത്തോട്ട് ഇടുന്ന സമയത്ത് എന്താവും, ഇത് ഓരോന്നിനായിട്ട് അപ്ഡേറ്റ് ആവും. നേരത്തെ പ്രോഫിറ്റും പറഞ്ഞ പോലെ ഇതിന്റെ അകത്തിടുമ്പോൾ മാത്രമേ കിട്ടൂ. ഓക്കെ. അങ്ങനെ മതിയല്ലോ, വിഷ്വലിന്റെ അകത്തെത്തുമ്പോൾ വർക്കായാൽ മതിയല്ലോ, പുറത്തുനിന്ന് വർക്കാവേണ്ട ആവശ്യമില്ലല്ലോ. കോമ ഡിനോമിനേറ്റർ എന്താ ചെയ്യാം, ഡിനോമിനേറ്റർ കമ്പനിയുടെ ഓവറോൾ റവന്യൂ എന്ത് പാസ് ചെയ്യും. അതായിരിക്കും ടോട്ടൽ സെയിൽസിന്റെയാണ് ഡിനോമിനേറ്ററിൽ വേണ്ടതല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാം. ടോട്ടൽ സെയിൽസ് അല്ലേ, അതെ, അവിടെ കൊടുക്കുന്നു. പെർസെൻറ്റേജിലായിരിക്കും വാല്യൂ വേണ്ടത്, പെർസെൻറ്റേജിലോട്ട് കൺവേർട്ടും ചെയ്തു. ഇത് നേരെ എടുത്ത് വിഷിലോട്ട് ആഡ് ചെയ്യാം. എന്തായിരിക്കും സംഭവിക്കുക, എല്ലാ സ്ഥലത്തും 100%. എന്തുകൊണ്ട് എല്ലാ സ്ഥലത്തും 100% വന്നു? ഇത് ഈ വിഷിലോട്ട് കയറുമ്പം ഇത് ആരുടെ ആയിട്ട് മാറും, ഓരോ കൗണ്ടി. ഫസ്റ്റ് എത്തുമ്പോൾ ഇത് അലമേഡ കൗണ്ടിയാവും, ഇതും അലമേഡ കൗണ്ടി. ഒരേ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്താൽ 1 വരും, പെർസെൻറ്റേജിലോട്ട് മാറ്റിയത് 100% ആവും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു എൻറ്റയർ എക്സ്പ്രഷൻ ഇതിലോട്ട് വർക്ക് ആകുമ്പോൾ ഇതിലോട്ട് കൗണ്ടിനെ ബേസ് ചെയ്തുള്ള ഫിൽറ്റർ വർക്ക് ആവണം. ഇതിൽ വർക്ക് ആവണം ന്യൂമറേറ്ററിൽ, പക്ഷെ ഡിനോമിനേറ്ററിൽ എന്താവരുത്, വർക്ക് ആവരുത്. ഇതാണ് എനിക്ക് വേണ്ട കൺസെപ്റ്റ്. ഇതിവിടെ വർക്ക് ആവുന്നതിന്റെ റീസൺ എന്താ, ഇവിടെ പ്രോപ്പർലി ആക്റ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട്. ആക്റ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം മെഷീൻ തന്നെ ചെയ്തു തരും. അപ്പൊ മെഷീൻ ചെയ്തു തരുന്നത് നമുക്ക് ഇവിടെ വന്ന ഏറ്റവും വലിയ തലവേദന. അതിന് ആവശ്യമുണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ അതിന്റെ ആവശ്യമില്ലാതെയും വന്നു. ന്യൂമറേറ്ററിൽ ഫിൽറ്റർ വേണം, ഡിനോമിനേറ്ററിൽ എന്ത് വേണ്ട, ഫിൽറ്റർ വേണ്ട. ഇത്രയും പറഞ്ഞാൽ എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കൺസെപ്റ്റ് ഒന്ന് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തേ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതൊന്ന് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തേ. എന്നിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാതെ നോക്കാം. ഓൺലൈൻ ഇത്രയും ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആണോ?
യെസ് സർ. ഓക്കെ. അപ്പൊ ഇതുവരെയുള്ള പാർട്ട് അവിടെ പ്രോപ്പർ ആയിട്ട് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് എന്നിട്ട് ഇതിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാനുള്ളത് നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് നെക്സ്റ്റ് മൺഡേ തൊട്ട് ക്ലാസ് മാറുമല്ലേ ചെയ്യുന്നു? പറഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പൊ 1:30 വരെ ആയിരിക്കും ഇവിടുത്തെ ക്ലാസ് വരുന്നത് കേട്ടോ. അപ്പുറത്ത് 2 o'clock വരുന്നത്. ആ, അപ്പൊ 1:30 ആകുമ്പോൾ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ. ഞാൻ ചിലപ്പോൾ അടുത്തടുത്ത ആ ഇതിൽ ഞാൻ ചിലപ്പോൾ 2 വരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഫുഡ് കഴിക്കാനുള്ള ബ്രേക്ക് ഉണ്ടാവില്ല, അനക്കും ഉണ്ടാവില്ല. ഉം. അതുകൊണ്ട് ജസ്റ്റ് ആ ടൈം ആകുമ്പോൾ ഞാൻ അതിന്റെ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. എടുത്ത് അതുമായിട്ട് യൂസ് ഇട്ട് ആയതുകൊണ്ട് അങ്ങനെ തന്നെ ഓടിപ്പോകും, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ. തണുക്കുന്നുണ്ടോ? ഇങ്ങനെ തണുത്ത് കുറച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്, പറഞ്ഞൂടെ? ഓക്കെ. അപ്പൊ എല്ലാവരും ഇത്രയും ഇംപ്ലിമെന്റ് ചെയ്തോ? ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇവിടെ വേണ്ടത് എന്താ? ന്യൂമറേറ്ററിൽ വർക്ക് ആവണം, ഡിനോമിനേറ്ററിൽ വർക്ക് ആവുന്ന ടോട്ടൽ സെയിൽസിന്റെ അകത്ത് ആര് വർക്ക് ആവരുത്? കൗണ്ടിനെ ബേസ് ചെയ്തുള്ള ഫിൽറ്റർ വർക്ക് ആവരുത്. അത് ഓരോ ആൾക്കാർക്ക് അനുസരിച്ചിട്ട് മാറരുത്. എന്ത് ചെയ്യണം? എല്ലാ ആൾക്കാരുടെയും ഒരുമിച്ചിട്ടുള്ള വാല്യൂ ആണ്. അതായത് എല്ലാ കൗണ്ടിയുടെയും ഒരുമിച്ചെടുത്ത് എന്താണ് കിട്ടുന്ന വാല്യൂ, അതായിരിക്കണം ഡിനോമിനേറ്ററിനകത്ത് വരേണ്ടത്. അതായത് എല്ലാം ഒരുമിച്ച്. ആ ഒരു കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഓൾ ഫംഗ്ഷൻ. ഓൾ, എല്ലാം ഒരുമിച്ച്. ALL. ആ ഫംഗ്ഷന്റെ പേര് തന്നെ കാണാൻ പറ്റും, ഓൾ. ഓൾ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഒരുമിച്ച് എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ഒരു ഫിൽറ്ററിനെ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷന്റെ പേരാണ് ഓൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓൾ ഫിൽറ്റർ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് അങ്ങ് ഫിക്സ് ആക്കി മാറ്റും. പിന്നെ ഓരോ ഇൻഡിവിജ്വൽ കണ്ടീഷനിലെ കൺസെപ്റ്റ് അവിടെ ഇല്ല. പിന്നെ എന്താക്കും? എല്ലാവരെയും ഒരുമിച്ച് മാത്രമാക്കും. ആരെല്ലാവരെയും ഒരുമിച്ചാക്കുക? എല്ലാ കൗണ്ടിനെയും ഒരുമിച്ച് അങ്ങ് ആക്കി മാറ്റും. പിന്നെ ഓരോ കൗണ്ടിനുള്ള കണ്ടീഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യാൻ പറ്റില്ല. അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷന്റെ പേരാണ് ഓൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓൾ, ALL. ക്ലിയർ ആണ് എല്ലാവർക്കും? അപ്പോൾ ഓൾ ഫംഗ്ഷൻ ആക്ച്വലി നമുക്ക് റിട്ടേൺ ചെയ്യുക ഒരു ടേബിൾ ആയിരിക്കും. നമുക്കത് കാണാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ മനസ്സിൽ പറയാൻ മാത്രം വരുന്ന ഒരു ടേബിൾ ആയിരിക്കും. ആ ഫംഗ്ഷനകത്ത് പാസ് ചെയ്യുന്നത് ഒരു കോളത്തിന്റെ പേരുമായിരിക്കും. നമുക്ക് എവിടുന്നാണോ ഫിൽറ്ററിനെ റിമൂവ് ചെയ്യുന്നത് ആ കോളത്തിന്റെ പേരാണ് ആ ഫംഗ്ഷനകത്ത് പാസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ എവിടുന്ന് ഇപ്പം കോളത്തിന് എവിടുന്ന് ഫിൽറ്റർ റിമൂവ് ചെയ്യേണ്ടത്? ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ടി. കൗണ്ടിനെ ബേസിലുള്ള ഫിൽറ്റർ വർക്കാവുന്നത്.
അപ്പോൾ കൗണ്ടിനെ ബേസിലുള്ള ഫിൽട്ടർ റിമൂവ് ചെയ്യണമെങ്കിൽ കൗണ്ട് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ലൊക്കേഷൻ ഡാറ്റയിലെ കൗണ്ട്. ആ കോളം അല്ലേ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ കോളം വേണം എവിടെ പാസ് ചെയ്ത് കൊടുക്കാൻ? ഓൾ ഫംഗ്ഷന്റെ അകത്ത് പാസ് ചെയ്ത് കൊടുക്കാൻ. എന്ത് ചെയ്യും? ഓൾ ഫംഗ്ഷൻ ആ എല്ലാ കൗണ്ടിയെയും ഒരുമിച്ച് ഒരു ഫിക്സഡ് ആക്കി മാറ്റി വെക്കും. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ എക്സ്പ്രഷനെ മോഡിഫൈ ചെയ്ത് മാറ്റണം. അത് ഓൾ റിട്ടേൺ ചെയ്യുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആരെ മോഡിഫൈ ചെയ്യണം? നമ്മുടെ എക്സ്പ്രഷനെ മോഡിഫൈ ചെയ്യണം. അപ്പൊ ആരെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും? ഒരു എക്സ്പ്രഷനെ മോഡിഫൈ ചെയ്യാൻ നമുക്ക് ആരെ കൊണ്ടേ പറ്റൂ? കാൽക്കുലേറ്റർ കൊണ്ട് മാത്രമേ പറ്റൂ. കാൽക്കുലേറ്ററിന്റെ അകത്ത് മോഡിഫിക്കേഷൻ ഏരിയയിലാണ് നമ്മൾ ആര് യൂസ് ചെയ്യുക? ഓൾ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ യൂസ് ചെയ്യുക. പിന്നെ ഡയറക്റ്റ് നമ്മൾ അതിനെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇംപ്ലിമെന്റ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇംപ്ലിമെന്റേഷൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ സെലക്ട് ചെയ്യുന്നു, ന്യൂ മെഷർ. മെഷറിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഞാൻ കൊടുക്കുമ്പോൾ ഓൾ കൗണ്ടി സെയിൽസ്. ഓൾ കൗണ്ടി സെയിൽസ് മീൻസ് എല്ലാ കൗണ്ടിയും ഒരുമിച്ചിട്ടുള്ള സെയിൽസ് വാല്യൂ. ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ ആ പേര് തന്നെ അതുപോലെ കൊടുത്തത് ഈക്വൽ ടു കാൽക്കുലേറ്റ്. എന്താണ്? നമുക്കൊരു എക്സ്പ്രഷനെ മോഡിഫൈ ചെയ്യണം ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട്. ആ കോണ്ടെക്സ്റ്റ് ആര് തരും? ഓൾ തരും. പക്ഷെ അതിനെ മോഡിഫൈ ചെയ്യാൻ ആരെ കൊണ്ട് മാത്രമേ പറ്റൂ? കാൽക്കുലേറ്റ് കൊണ്ട് മാത്രമേ പറ്റൂ. അപ്പൊ അവിടെ പാസ് ചെയ്യുന്നത് ഫസ്റ്റ് എക്സ്പ്രഷൻ. നമുക്ക് ആരെയാണ് മോഡിഫൈ ചെയ്യുന്നത്? എവിടെ നിന്നാണ് ഫിൽട്ടർ റിമൂവ് ചെയ്ത് കളയേണ്ടത്? ടോട്ടൽ സെയിൽസ് എക്സ്പ്രഷനിലോട്ട് അപ്ലൈ ആവുന്ന ഫിൽട്ടർ. ഇവിടെ ആര് കോൾ ചെയ്യേണ്ടി വരും? ടോട്ടൽ സെയിൽസ് കോമ. എങ്ങനെ ഫിൽട്ടർ റിമൂവ് ചെയ്യുന്ന ഫംഗ്ഷൻ? ഓൾ. ഓളിനെ കോൾ ചെയ്തു. അപ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. റിട്ടേൺ all the rows in a table or all the values in a column ignoring any filter that might have been applied. എന്താ പറയുന്നത്? ആ ഒരു ടേബിൾ എല്ലാ റോസിനെയും ഒരുമിച്ചിട്ട് തരും. ഇനി എന്തെങ്കിലും ഫിൽട്ടർ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ ഇഗ്നോറും ചെയ്യും. അങ്ങനെയാണ് അത് ഒരുമിച്ചാക്കുന്നത്. ഫിൽറ്ററിനെ ഇഗ്നോർ ചെയ്തിട്ട് അത് ഒരുമിച്ചാക്കി മാറ്റുന്ന കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഇപ്പൊ ഫിൽട്ടർ വന്നുകൊണ്ടിരിക്കുന്നത്? ലൊക്കേഷൻ ഡാറ്റയിലെ കൗണ്ട്. അപ്പൊ ആ ഒരു കോളത്തിന്റെ പേരാണ് ഇവിടെ പാസ് ചെയ്യുന്നത്, ഓൾ ഫംഗ്ഷനകത്ത് പാസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾ ജസ്റ്റ് ആരെ ഫോക്കസ് ചെയ്താൽ മതി? കോളത്തിന്റെ പേര് ഫോക്കസ് ചെയ്താൽ മതി. അപ്പൊ ആരെ പാസ് ചെയ്തു? ലൊക്കേഷൻ ഡാറ്റയിലെ കൗണ്ട്. അപ്പോൾ ഈ ഒരു ഓൾ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു ടേബിൾ ആയിരിക്കും കേട്ടോ. അത് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ആ ടേബിൾ ഒരു സിംഗിൾ കോളം മാത്രമേ ഉണ്ടാവും. കോളത്തിന്റെ പേരെന്തായിരിക്കും? കൗണ്ട് ചെയ്യുന്ന തന്നെയായിരിക്കും. അതിൻ്റെ അകത്ത് 22 ആൾക്കാരെയും ഒരുമിച്ചാക്കി വെച്ചിട്ടുണ്ടാവും. 22 കൗണ്ടീസിനെയും ഒരുമിച്ചാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് കാൽക്കുലേറ്റ് എന്ത് പറയും? ഈ ഒരു എക്സ്പ്രഷനോട് പറയും, നീ എന്തായാൽ മതി, 22 ആൾക്കാർക്കും ഒരുമിച്ചിട്ട് മാത്രം വർക്ക് ചെയ്താൽ മതി. ഓരോ ആൾക്കാർക്കനുസരിച്ച് നീ എന്താവരുത്, ഇനി മാറരുത്. ചിലപ്പോൾ ബാക്കിയുള്ളവർ ഇതിനെ ട്രൈ ചെയ്യും മാറ്റാൻ, പക്ഷെ നീ എന്താവരുത്, ഓരോ ആൾക്കനുസരിച്ചിട്ടും മാറരുതെന്നതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ക്ലിയർ ആയോ? അപ്പൊ എന്ത് ചെയ്യുന്നു? കൊടുത്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു മെഷർ ഇതിൻ്റെ അകത്തോട്ട് ഇടുമ്പോൾ എന്താവും? ഈ വിഷ്വല് അതിനോട് പറയും, നീ എനിക്കനുസരിച്ചിട്ട് മാറി, എനിക്കനുസരിച്ചിട്ട് മാറുന്നു പറയും. പക്ഷെ ഓള് അവിടെ ഇല്ലതുകൊണ്ട് ഓൾ എന്ത് പറയും? ഓൾ അതിനെ സമ്മതിക്കില്ല. ഓളും കാൽക്കുലേറ്റർ അതിന് സമ്മതിച്ചു കൊടുക്കുകയാണ്. മാക്സിമം വിഷ്വലിനകത്തുള്ള ഫിൽറ്റർ അതിൻ്റെ അകത്തോട്ട് കയറാൻ നോക്കും. പക്ഷെ കാൽക്കുലേറ്റർ ഓൾറെഡി എന്താണ്? ഓൾ വെച്ചിട്ട് അതിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടല്ലേ. എല്ലാവർക്കും ഒരുമിച്ച് എന്നുള്ള രീതിയിൽ അതിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റില്ല. ഇനി വേറൊരാൾ വിചാരിച്ചു കഴിഞ്ഞാലും മാറ്റാൻ പറ്റില്ല. ഞാൻ പറയില്ല, കാൽക്കുലേറ്റർ ഒരാളെ ട്രെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആർക്കും ചെയ്യാൻ പറ്റില്ല. അവിടെ ഫിക്സഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഓൾ ഫംഗ്ഷൻ ആക്ച്വലി റിട്ടേൺ ചെയ്യുന്നതാണ് ഒരു ടേബിൾ. നമുക്കത് കാണാനൊന്നും പറ്റില്ല എന്നേ ഉള്ളൂ ആക്ച്വലി. ജസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഏതാ കൊറിയിലിട്ടാലും എല്ലാം ഒരുമിച്ചിട്ട് കാണാനേ പറ്റും. അതിൽ ചേഞ്ചസും കാര്യങ്ങളൊന്നും വരെ നമുക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് കൊറി ഡാക്സ് കൊറി വ്യൂ ഇട്ടിട്ട് നോക്കാം, അവിടെ ഉണ്ടാകും. റൺ ചെയ്താൽ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു ടേബിൾ എക്സ്പ്രഷൻ ഉണ്ടോ. ഇതുപോലെ 22 ആൾക്കാരെ ഒരുമിച്ചാക്കിയുള്ള ഒരു ഡാറ്റ ആയിരിക്കും. ഈ ഡാറ്റ വെച്ചിട്ട് നേരെ ഈ ഫംഗ്ഷൻ നമ്മളങ്ങ് കാൽക്കുലേറ്റ് ചെയ്യ ഒരാളോട് പറയാണ്, ഇനി എന്ത് ചെയ്താൽ മതി? ഈ എല്ലാ കൗണ്ടിക്കും വേണ്ടിയിട്ട് മാത്രം മതി. അതിൽ ഓരോ ആൾക്കാർക്കുമായിട്ട് നീ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും മാറരുത്. അങ്ങനെ അതിനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചു. ഇതിനെ മാറാൻ പറ്റുമോ? ഇല്ല. അതെവിടെ ഇടുമ്പം കണ്ടോ? എല്ലാ റോയിലും സെയിം വാല്യൂ. ആ വിഷ്വലിനകത്ത് വരുന്ന ഫിൽറ്ററിന് എന്ത് ചെയ്തു? അത് റിമൂവ് ചെയ്യാൻ തുടങ്ങിയല്ലോ. അപ്പൊ എവിടുന്ന് മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റൂ? കൗണ്ടിൽ നിന്ന് മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റൂ. ഓരെവിടുന്ന് ഓക്കെ.
എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച റിലേറ്റീവ് സെയിൽസ് പെർസെൻറ്റേജിന്റെ ഡിനോമിനേറ്റർ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പം ബിൽഡ് ചെയ്ത് ഓൾ കൗണ്ടി സെയിൽസ് കൊടുത്താൽ മതി. ഇപ്പൊ എന്താ നമുക്ക് വേണ്ട കൺസെപ്റ്റോട്ട് വന്നുണ്ടോ. അപ്പോൾ ഓൾ ഫംഗ്ഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ക്ലിയർ ആയോ? അതായത് അത് ആക്റ്റീവ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറെ ഫിൽറ്റേഴ്സ് അവിടെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആര് വേണം? ഓൾ ഫംഗ്ഷന്റെ കൺസെപ്റ്റ് നമുക്ക് അറിയണം. ക്ലിയർ ആണ് എല്ലാവർക്കും? അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത്. ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണ് ഈ ഒരു കൺസെപ്റ്റ്? അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഇതൊന്ന് അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റേസ് ചെയ്യാം കേട്ടോ. ഓൺലൈൻ കൺസെപ്റ്റ് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റേസ് ചെയ്യും. ഹലോ. എല്ലാവരും ജസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യണം. ഞാനിപ്പോൾ വരാം കേട്ടോ, ഒരു 5
എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ. ഓളിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ. ഏതെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ അവർക്ക് ഓളിന്റെ ഫംഗ്ഷനിൽ? ഓക്കെ. ഇനി ഞാൻ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കാർഡ് വിഷ്വൽ ക്രിയേറ്റ് ചെയ്തു. കാർഡ് വിഷ്വൽ ആകുമ്പോൾ എന്തായിരിക്കും, വിഷ്വലിന്റെ അകത്ത് ഫിൽറ്റർ ഒന്നും ഉണ്ടാവില്ല. കാർഡ് വിഷ്വൽ എന്ത് മാത്രമേ ഉള്ളൂ, ഒരു എക്സ്പ്രഷന്റെ ഔട്ട്പുട്ട് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റൂ. എന്ത് ചെയ്തു, അതിലോട്ട് ഞാൻ നമ്മുടെ ടോട്ടൽ സെയിൽസ് ആഡ് ചെയ്ത് എന്ത് കിട്ടും, 26 മില്യൺ. വീണ്ടും അടുത്തൊരു കാർഡ് വിഷ്വൽ ആഡ് ചെയ്തു. അതിലോട്ട് ഞാൻ ഓൾ കൗണ്ടി സെയിൽസും പാസ് ചെയ്തു, 26 മില്യൺ. കാർഡ് വിഷ്വലിനകത്ത് രണ്ടും ഒരുപോലെ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ഇനി എപ്പോഴാണ് വ്യത്യാസം വരുന്നുണ്ടാവുക? അല്ലല്ല, കൗണ്ടിനെ ബേസ് ചെയ്ത് ഇതിന്റെ അകത്തൊരു ഫിൽറ്റർ പുറത്തുനിന്ന് വരുമ്പോഴായിരിക്കും നമുക്ക് ഡിഫറൻസ് മനസ്സിലാവുക. അപ്പൊ എന്ത് ചെയ്യാം, ഇതിന്റെ അകത്ത് നമുക്ക് പുറത്തുനിന്ന് ഫിൽറ്ററിൽ കൊടുക്കാൻ പറ്റും, വിഷ്വൽ അകത്തില്ലാത്തത് കൊണ്ട് പുറത്തുനിന്നുള്ള ആളെ കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യാം, സ്ലൈസർ ബിൽഡ് ചെയ്തു. സ്ലൈസറിലോട്ട് ഞാൻ ജസ്റ്റ് ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ടിയും വെച്ചു. ഓക്കെ. ഇനി ഞാനിവിടെ അലമേഡ കൗണ്ടി സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഫിൽറ്റർ എന്താവും, ഈ രണ്ട് വിഷ്വലിനകത്തോട്ടും കയറാൻ നോക്കും. കാരണം ഇതൊക്കെ മോഡലിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് കയറാൻ നോക്കും. അപ്പൊ ഞാനിവിടെ അലമേഡ അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ എന്തായി, ഇതിന്റെ അകത്തോട്ട് അത് ഈസിലി കയറി. പക്ഷെ ഇതിലോട്ട് കയറാൻ നോക്കും, പക്ഷെ ഓൾ എന്ത് പറയും, ഞാൻ ഒരാൾക്ക് മാത്രമായിട്ട് വരില്ല, എല്ലാവർക്കും ഒരുമിച്ച് മാത്രമേ ഞാൻ തരൂ. അതാണ് അവിടെ കൺസെപ്റ്റ് ഉണ്ടാവും. ഇനി ഞാനിവിടെ എത്ര കൺട്രോൾ പ്രസ് ചെയ്ത് എത്ര മൾട്ടിപ്പിൾ സെക്ഷൻ കൊടുത്താലും അത് മറ്റേതുപോലെ ഫിക്സഡ് ആണ്, ഇനി ഞാൻ മാറൂല. ഇത്രയും ഫിക്സ് ആയിട്ട് അവിടെ നിൽക്കുക. ക്ലിയർ ആണല്ലോ അവർക്കും? ഇനി ആ ഓൾ ഫംഗ്ഷന്റെ ടേബിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു നോർമൽ കാർഡ് വിഷ്വൽ വെച്ചു. അവിടെ ഒരു ഇംപ്ലിസിറ്റ് മെഷർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഈ കൗണ്ട് ജസ്റ്റ് എന്ത് ചെയ്തു, ഇതിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് അവിടെ ഞാൻ ജസ്റ്റ് ഡിസ്റ്റിങ്ക്ട് കൗണ്ട് കൊടുത്തു. ഇപ്പൊ എന്താ പറയുന്നത്, 22 കൗണ്ടീസ്. ഓക്കെ. ഇവിടെ അലമേഡ കൗണ്ടി കൊടുത്താൽ എന്തായി, അതൊന്നായി. എന്തുകൊണ്ടാ, ഇപ്പൊ അവിടെ ഒരു കൗണ്ടി മാത്രമേ ഉള്ളൂ, ഡിസ്റ്റിങ്ക്ട് കൗണ്ട്. ഇനി കോൺട്രാ കോസ്റ്റ കൗണ്ടി സെലക്ട് ചെയ്താലും ഒന്ന് മാത്രം. ഇനി ഇതുപോലെ ഞാൻ എന്താണ്, ഓളിന്റെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓൾ ഫംഗ്ഷന്റെ ഔട്ട്പുട്ട്. ഓൾ എന്താ റിട്ടേൺ ചെയ്യുന്നത്, ഒരു ടേബിൾ എന്നായിരുന്നു ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ടേബിളിന്റെ റോ കൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം, കൗണ്ട് റോസ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അതിൽ എത്ര റോസ് വരുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ജസ്റ്റ് മെഷർ തന്നെ പേര് പാസ് ചെയ്തു, കൗണ്ട് റോസ്. ഏതെങ്കിലും ടേബിൾ വരുക, ഓൾ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തത്. ഇപ്പൊ എന്ത് ചെയ്യുക, ഓൾ ഫംഗ്ഷൻ കോൾ ചെയ്യുക. ഏതാണ്, ലൊക്കേഷൻ ഡാറ്റ കൗണ്ടിങ്. ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്തു. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ടേബിളിന്റെ റോ കൗണ്ട് ആയിരിക്കും ഈ ഫംഗ്ഷൻ ചെയ്തു തരുക. ഈ ടേബിളിൽ എത്ര റോസ് ഉണ്ടാവും, 22. ഓക്കെ. എന്ത് ചെയ്തു, കാർഡ് വിഷ്വൽ എടുത്തു, അതിലോട്ട് ആ മെഷർ ആഡ് ചെയ്തു. ഓക്കെ. ഇപ്പൊ സ്ലൈസർ ഒന്നും വരാത്തത്രയും കാലം 22 തന്നെയായിരിക്കും. ഇനി ഞാനിവിടെ അലമേഡ കൗണ്ടി കൊടുക്കുമ്പോൾ ഇതിൽ വല്ല വ്യത്യാസം ഉണ്ടാവുമോ, ഇല്ല. അതെന്ത് പറയും, ഞാൻ അങ്ങനെയൊന്നും മാറില്ല, എനിക്കിപ്പോൾ എത്രയേ തരാൻ പറ്റൂ, എല്ലാവരെയും ഒരുമിച്ചാക്കി തരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 26 മില്യൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ 22 ആൾക്കാരുടെയും ഓവറോൾ ആണ് 26 മില്യൺ കണ്ടോ. ഇതോ, ഈ ഒരു സിംഗിൾ ആളുടെ മാത്രമാണ് ഇത്. ആ ഡിഫറൻസ് ആണ് അടുത്തടുത്ത് നോക്കാം. ഓളെ 22 ആൾക്കാർ എന്ത് ഒരുമിച്ച് അവിടെ പിടിച്ചു വെച്ചു. പിന്നെ അതിൽ ഒരാളെ മാത്രം റിലീസ് ചെയ്യുന്നത് സമ്മതിക്കില്ല, എല്ലാവരെയും ഒരുമിപ്പിച്ച് കണ്ടോ. ഇനിയിപ്പോ ഞാൻ എത്ര കൺട്രോൾ പ്രസ് എല്ലാവരെയും സെലക്ട് ചെയ്താലും മാറില്ല. ഇപ്പൊ ഇവിടെ 7 ആൾക്കാരെ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ 12 മില്യൺ എന്ന് പറയുന്നതായിരിക്കും 7 ആൾക്കാരുടെ സെയിൽസ് ആയിരിക്കും. സ്റ്റിൽ ഈ 26 മില്യൺ എന്തായിരിക്കും, 22 കൗണ്ടീസിന്റെ ടോട്ടൽ ആയിരിക്കും കേട്ടോ. ഇതാണ് ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ അവർക്ക്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ? Yes, sir.
പറഞ്ഞോളൂ. ലാസ്റ്റ് 22 വന്നതാണ് ഏതാണ്? 22 മെഷർ ഓക്കെ, 22 വന്നതാണോ? എന്താണ് 22 എന്തായിരിക്കും? or counting ഏതാ? or 22 or counting. ഏത് 22 എന്തിന്റെ കൗണ്ട് ആയിരിക്കും? എല്ലാ കൗണ്ടിയുടെയും കൗണ്ട് ആയിരിക്കും. അത് ഓൾ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ടേബിളിന്റെ റോ കൗണ്ട് ആയിരിക്കും. കൗണ്ട് റോസിന്റെ അകത്ത് ഓൾ ഫംഗ്ഷന്റെ ഹെൽപ്പോട് കൂടെ ആ ഒരു ടേബിൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കൗണ്ടിനെ ബേസ് ചെയ്ത് ഏത് രൂപത്തില് ഇതിന്റെ അകത്തോട്ട് ഫിൽട്ടർ കയറ്റാൻ നോക്കിയാലും എന്താവില്ല, അതവിടെ വർക്ക് ആവില്ല. കൗണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ മാത്രം ഇനി ആ ഒരു മെഷറിന്റെ അകത്ത് മെഷീൻ സപ്പോർട്ട് ചെയ്യിക്കില്ല. ആശയം ക്ലിയർ ആയോ? Yes, sir. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാറില്ലേ? ചിലപ്പോൾ നാളെ ആകുമ്പോൾ ആ നോട്ട് ചെയ്ത് വെച്ചിട്ട് ചെറിയ ചേഞ്ചസ് വരും കേട്ടോ. ഇതുവരെ ഓരോന്നും അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഞാൻ ഇന്ന് പറഞ്ഞതിൽ നാളത്തെ ആകുമ്പോൾ ചെറിയ അപ്ഡേറ്റ്സ് ഉണ്ടാവില്ല. നിങ്ങൾ ആ രീതിയിൽ തന്നെ നോട്ട് ചെയ്യാറുണ്ടോ? ഉം? ഞാൻ അതുകൊണ്ട് സീരിയസ്ലി ചോദിച്ചു, അങ്ങനെ നോട്ട് ചെയ്യാറുണ്ടോ? ഉം? അല്ല, പവർ ബി അങ്ങനെയാണ്. ഇനി ഇത് നാളെ വരുമ്പോൾ ഇത് ഒന്നുകൂടി ഇതിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ട് മാറും. നോട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോകണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നോട്ട് ഉണ്ടാക്കാതിരുന്നത്. എനിക്കറിയാം. അതിന്റെ ഒരു വാശിയായിരുന്നു പണ്ടേ മുതലേ ഇല്ലേ. എപ്പോഴെങ്കിലും ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ട്രെയിനർ ആവുന്നുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡിൽ ക്ലാസ്സിൽ കയറി വരണം എന്നുള്ളൊരു വാശി. പക്ഷെ എന്നെ പഠിപ്പിച്ച സാറന്മാരൊന്നും ഇതുവരെ ആരും ഒരു ടെക്സ്റ്റ് ബുക്ക് ഒന്നും എടുത്തിട്ട് ക്ലാസ്സിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് വരുന്നുണ്ടാവും. അവരിങ്ങനെ കഥകൾ പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നുണ്ടാവും. അന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എപ്പോഴെങ്കിലും ഈ ഒരു പ്രോസസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ആയിരിക്കും. അതെന്തോ ഭാഗത്തിന് ചെയ്യാൻ പറ്റി. ഏത് കാറ്റഗറി ആയിരിക്കും? എന്തിനാ അത് യൂസ് ചെയ്യുന്നത്? ഫിൽറ്ററിനെ റിമൂവ് ചെയ്യാനല്ലേ? അപ്പൊ ഏത് കാറ്റഗറി ആയിരിക്കും? ഫിൽട്ടർ കാറ്റഗറി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഓരോ ലക്ഷ്യം വെച്ചിട്ടും മുമ്പോട്ട് മൂവ് ചെയ്യട്ടോ. എനിക്ക് ആദ്യമൊക്കെ ട്രെയിനിങ് സെഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമേ ക്ലാസ്സിൽ കൊടുക്കാറുള്ളായിരുന്നു. അതിൽ കൂടുതൽ ഒന്നും ചെയ്യിക്കാറില്ല. പക്ഷെ എനിക്ക് തന്നെ ചില സമയത്ത് ഡൗട്ട് വരും, ഇതെന്താ ഔട്ട്പുട്ട് കിട്ടുക. ഞാൻ ഇപ്പൊ ആ പ്രോസസ് അങ്ങ് നിർത്തി. എനിക്കെന്തൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യേണ്ടത് ഞാൻ ക്ലാസ്സിന്റെ അകത്ത് തന്നെ എക്സ്പെരിമെന്റ് ചെയ്യും. തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ എന്ന് വിചാരിക്കും, കുഴപ്പമൊന്നുമില്ലല്ലോ. തെറ്റാൻ എന്ത് ചെയ്യാം? അവിടെ നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും സ്റ്റുഡന്റ് പറഞ്ഞുതരും, സാർ അത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിയാവുന്നിട്ട് പറഞ്ഞുതരുന്ന സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പുതിയ നോളജ് കിട്ടുന്നതുകൊണ്ട് ഞാൻ ആ പ്രോസസ് അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിന് ഒന്നിന്റെ ഔട്ട്പുട്ട് എനിക്ക് അറിയില്ല കേട്ടോ. ബ്ലാങ്ക് വന്നിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ലല്ലോ. കറക്റ്റ് ഔട്ട്പുട്ട് വന്നിട്ടില്ലേ? അത് ആരും വെരിഫൈ ചെയ്തിട്ടില്ല. ഇനി വരുന്ന വെക്കേഷൻ സമയത്ത് തന്നെ അത് വെരിഫൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും ഓക്കെയാണ് ചെയ്ത കാര്യങ്ങളൊക്കെ? ഓക്കെ. ഇനി നമ്മൾ മുമ്പ് ചെയ്ത വിഷ്വലോട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. ഇത് ഈ ഒരു ടേബിൾ വിഷ്വൽ നിങ്ങൾ ആരും ചെയ്തു നോക്കണ്ട. ചെയ്തു നോക്കാതെ എന്താണ് സംഭവിക്കുന്നതിന്റെ ആൻസർ എനിക്ക് പറഞ്ഞു തന്നാൽ മതി. അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ഓൾമോസ്റ്റ് ക്ലിയർ ആയി എന്നുള്ളതായിരിക്കും. ഓക്കെ. ഇപ്പൊ ഈ വിഷ്വലിനകത്ത് ആരെ ബേസ് ചെയ്തിട്ടുള്ള ഫിൽറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്? ബേസ് ചെയ്തിട്ടുള്ള ഫിൽറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ സ്ലൈസർ വെച്ചിട്ട് പുറത്ത് നിന്ന് ഒരു ഫിൽറ്റർ വിഷ്വലിന്റെ അകത്തോട്ട് കൊടുക്കാൻ പോവാണ്. ഏത്? ഒന്ന് വിഷ്വലിന്റെ അകത്തു നിന്നുള്ള ഫിൽറ്ററും പുറത്ത് നിന്ന് സ്ലൈസർ ത്രൂ അതിന്റെ അകത്തോട്ട് ഒരാളെ
ഇടാൻ പോവാണ്. അപ്പോൾ ആ സ്ലൈസറിലോട്ടാണ് ആഡ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്റ്റ് ഡാറ്റയിലെ പ്രൊഡക്റ്റിന്റെ പേര് വെച്ച്. ഇവിടെ 101 സെലക്ഷൻസ് ഉണ്ടാവും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഞാനിവിടെ പ്രൊഡക്റ്റ് 1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിഷ്വൽസിൽ വരാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? ഞാനിവിടെ പ്രൊഡക്റ്റ് 1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിഷ്വൽസിന്റെ അകത്ത് വരാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? ടോട്ടൽ സെയിൽസ് എന്താവും? ഓരോ കൗണ്ടിയിലെ ആ ഒരു പ്രൊഡക്റ്റ് 1ന്റെ സെയിലായിട്ട് മാറും. ഓക്കെ, അത് കറക്റ്റ് ആണ്. ഓൾ കൗണ്ടി സെയിൽസോ? പെർസെന്റേജ് നിങ്ങളിപ്പോ ഫോക്കസ് ചെയ്യുന്നത് അത് വിട്ടേക്ക്. എനിക്ക് ഓൾ കൗണ്ടി സെയിൽസിൽ എന്ത് വരും എന്ന് പറഞ്ഞാൽ മതി. ഈ 25.6 മില്യൺ എന്നുള്ള വാല്യൂ തന്നെ ആയിരിക്കുമോ? അല്ല അതിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ടോട്ടൽ സെയിൽസ് പറഞ്ഞത് കറക്റ്റ് ആണ്. ഞാനിവിടെ പ്രൊഡക്റ്റ് 1 ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ 14,64,397 മാറിയിട്ടതായിരുന്നാവും. ഇപ്പൊ അത് അലമേഡ കൗണ്ടിയുടെ മാത്രമാവും. അത് വീണ്ടും ആർക്ക് കൂടെ മാറും? പ്രൊഡക്റ്റ് 1ന്റെ കൂടെ അപ്ഡേറ്റ് ആവും. അപ്പൊ ആ വാല്യൂ ഒന്നുകൂടെ ചെറുതാവും. ഓക്കെ, അതുപോലെ ഓൾ കൗണ്ടി ടോട്ടൽ സെയിൽസിൽ ഇവിടെ എന്താ ചേഞ്ചസ് വരാൻ പോകുന്നത്? ചേഞ്ച് വരുമോ ഇല്ലയോ? അത് ഫസ്റ്റ് പറ. ചേഞ്ച് വരും. ചേഞ്ച് വരും. ഓക്കെ, ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ വരാൻ പോകുന്ന ചേഞ്ച്? ആ പ്രൊഡക്റ്റ് 1ന്റെ ടോട്ടൽ സെയിൽസ് മാത്രം. യെസ്. എന്തുകൊണ്ടാ? ഈ പ്രൊഡക്റ്റ് ചെയ്യുന്നത് എവിടുന്ന് വരുന്ന ഫിൽറ്ററാണ്? പ്രൊഡക്റ്റ് ഡാറ്റ എന്ന ടേബിൾ. യെസ്. ഓക്കെ, ആ ടേബിളിൽ നിന്നുള്ള ഫിൽറ്റർ അല്ലെങ്കിൽ ആ കോളിൽ നിന്നുള്ള ഫിൽറ്ററിന് റിമൂവ് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതിനെന്ത് ചെയ്യും? ഈ ഒരാള് ആക്സെപ്റ്റ് ചെയ്യും. യെസ്, വിഷ്വലിന്റെ അകത്തുനിന്നുള്ളത് റിമൂവ് ചെയ്തുകൊണ്ടാണ് എല്ലാ റോയിലും സെയിം വാല്യൂ. പക്ഷെ സ്ലൈസർ എന്ന് വരുന്നത് എന്താണ്? എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ അതിനത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റും. അതിനെ റിമൂവ് ചെയ്യാൻ ആ ഒരാൾക്ക് അവിടെ പെർമിഷൻ ഇല്ല. എന്താവും? പ്രൊഡക്റ്റ് 1 കൊടുക്കുമ്പോൾ എല്ലാ റോയിലും സെയിം വാല്യൂ ആയിരിക്കും. പക്ഷെ ഈ വന്നിരിക്കുന്ന 43,000 4,32,530 ഇതെന്തായിരിക്കും? ആ പ്രൊഡക്റ്റ് 1ന്റെ ഓവറോൾ റവന്യൂ. അതാണ് എല്ലാ കൗണ്ടിക്കും കൂടെ കൂടിയിട്ട് പ്രൊഡക്റ്റ് 1ന്റെ ടോട്ടൽ റവന്യൂ എത്രയാണ്? അതാണ് ഈ 4,32,530. കണ്ടോ? ഇനി പ്രൊഡക്റ്റ് 10 സെലക്ട് ചെയ്താലോ? ഓവറോൾ പ്രൊഡക്റ്റ് 10ന്റെ ഓവറോൾ സെയിൽസ് ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ആവേണ്ടത്. ഇവിടെ ഈ പ്രൊഡക്റ്റ് ഇല്ല. ആ പ്രൊഡക്റ്റ്, അതായത് ഈ ഒരു കൗണ്ടിയിൽ ആ ഒരു പ്രൊഡക്റ്റ് വിറ്റിട്ടില്ല. ഓൾ ഫംഗ്ഷൻ എന്ത് ചെയ്യും? എല്ലാ കൗണ്ടിനും ഒരുമിച്ചാക്കുമല്ലോ. അപ്പൊ അതിന് ഒരാളെ ഒഴിവാക്കാനും പറ്റില്ല. ഇനി പ്രൊഡക്റ്റ് അവിടെ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരാളെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയും. അതവിടെ ബ്ലാങ്ക് കാണിക്കും. നമുക്ക് മനസ്സിലാവും. ഫ്രെസ്നോ കൗണ്ടിയിൽ പോയിട്ടില്ല, സൊലാനോ കൗണ്ടി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, പ്രൊഡക്റ്റ് പോയിട്ടില്ല. ഇനി പ്രൊഡക്റ്റ് 100 സെലക്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. പ്രൊഡക്റ്റ് 100 എന്താണ്? എല്ലാ കൗണ്ടിയിലും പോയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് വാല്യൂ കാണാൻ പറ്റും. അലമേഡ കൗണ്ടിയിൽ പ്രൊഡക്റ്റ് 100 എത്രയാണ്? 20,505. പക്ഷെ അഗെയിൻസ്റ്റ് ഓവറോൾ എത്രയാ? 3,18,550. ആ അഗെയിൻസ്റ്റ് വാല്യൂ നമുക്ക് ഈസിലി കമ്പയർ ചെയ്യാൻ പറ്റും. അഗെയിൻസ്റ്റ് മീൻസ് ഓവറോൾ എത്ര? ഇതില് ഇത്ര മാത്രമേ അലമേഡ കൗണ്ടിയിൽ പോയിട്ടുള്ളൂ. സെയിൽസിലുള്ള ഇമ്പോർട്ടൻ്റ് എല്ലാവരും അഗെയിൻസ്റ്റ് എന്ന കൺസെപ്റ്റ്. ഇപ്പൊ കാണാൻ പറ്റും ഓവറോളിന്റെ 6.44% മാത്രമേ എവിടെ പോയിട്ടുള്ളൂ? അലമേഡ കൗണ്ടിയിൽ പോയിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് എവിടെയാ? ലോസ് ഏഞ്ചലസ് കൗണ്ടി കേട്ടോ. ഓവറോളില് 25.32% എങ്ങോട്ടാ പോയിരിക്കുന്നത്? ലോസ് ഏഞ്ചലസ് കൗണ്ടിയിലാണ് പോയിരിക്കുന്നത്. ആ അഗെയിൻസ്റ്റ് വാല്യൂ കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ഈ ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണ് എല്ലാവർക്കും? ഇപ്പോൾ കൗണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ളതിന് മാത്രം റിമൂവ് ചെയ്യാനേ നമ്മൾ ഈ ഒരു എക്സ്പ്രഷനിൽ പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അതിനെ റിമൂവ് ചെയ്യും. പക്ഷെ ഇവിടുന്ന് വരുന്നത് ആരാ? പ്രൊഡക്റ്റിന് ബേസ് ചെയ്തിട്ട് അതിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അതിനെന്ത് ചെയ്യും? അതിനെ ആക്സെപ്റ്റ് ചെയ്യും. ക്ലിയർ ആണ് എല്ലാവർക്കും? ഇന്റേണലി ഉള്ള ഫിൽറ്ററിന്റെ മാത്രം ബ്ലോക്ക് ചെയ്യും, എക്സ്റ്റേണലി എന്ത് വന്നാലും അത് എഫക്ട് ചെയ്യും. എക്സ്റ്റേണൽ എന്ത് വന്നാലും ആക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പം കൗണ്ടിനെ ബേസ് ചെയ്തുള്ള ഫിൽറ്റർ ആണ് വരുന്നെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ കൗണ്ടി ഒഴികെ ബാക്കി എന്ത് ഫിൽറ്റർ വന്നാലും അതിനെ ആക്സെപ്റ്റ് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പുറത്ത് വന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ കൗണ്ടി ഉണ്ട്. ഫസ്റ്റ് അത് ഡീആക്റ്റീവ് ചെയ്തു, സ്ലൈസർ വെച്ചു,
സ്ലൈസറിലോട്ട് എന്ത് ചെയ്തു, പ്രൊഡക്റ്റ് നെയിം ആഡ് ചെയ്തു. കൗണ്ടിൽ നിന്നുള്ള ഫിൽട്ടർ ചെയ്യുമ്പോൾ ഇയാൾ കണ്ടോ, ഞാൻ അനങ്ങൂല. പക്ഷെ പ്രൊഡക്റ്റ് വൺ കൊടുക്കുമ്പോൾ എന്താവും, ഇത് പ്രൊഡക്റ്റ് വണ്ണിന്റെ ഓവറോൾ റവന്യൂ ആയിരിക്കും. അതിന് കൗണ്ടിയായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഇവിടെ കണ്ടു 22 കൗണ്ടി അതുപോലെ തന്നെയുണ്ട്. അത് 22 കൗണ്ടിയിലും കൂടെ കൂടിയിട്ട് പ്രൊഡക്റ്റ് വണ്ണിന്റെ ഓവറോൾ റവന്യൂ. ഈ പ്രൊഡക്റ്റ് 10 സെലക്ട് ചെയ്ത് ഇവിടെ വരുന്ന വാല്യൂ എന്തായിരിക്കും, പ്രൊഡക്റ്റ് വണ്ണിന്റെ എല്ലാ കൗണ്ടിയിലെയും ടോട്ടൽ സെയിൽസ്. ഈ 6424 എന്ന് പറഞ്ഞാലോ, പ്രൊഡക്റ്റ് 10 അലമേഡ കൗണ്ടിയിൽ മാത്രം എത്ര. ക്ലിയർ ആയോ? ഓൺലൈന് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. സർ ഈ ഒരു കൺസെപ്റ്റ് ഒന്നുകൂടെ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെ കിളികൾ പറയാൻ തുടങ്ങിയോ? അല്ലല്ലോ. ഇതാണോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പവർ ബി? സ്റ്റാർട്ടിങ്ങിൽ പവർ ബിയുടെ ക്ലാസ്സിലോട്ട് വരുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല, ഇതായിരിക്കും അവിടെ ചെയ്യാൻ പോകുന്നുള്ളത്. അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു. ഉണ്ടായിരുന്നോ? ഉം. പക്ഷെ ഈ ലെവലിലോട്ടും എത്രയും അതിന്റെ പുറകിൽ പഠിക്കണമെന്ന് ആരെങ്കിലും നോക്കിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ആർക്കും ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. എക്സൽ ഇതുപോലെ ഒരുപാടുണ്ട്. എക്സൽ എത്ര ഫങ്ഷൻസ് ഉണ്ടെന്ന് അറിയോ? അറൗണ്ട് ഒരു ഐഡിയ പറയാൻ പറ്റുമോ എക്സൽ എത്ര ഫങ്ഷൻ ഉണ്ടെന്നിട്ട്? അറൗണ്ട് 100, 200, 300, 400, 500 അങ്ങനെ എബോ 1000 ഒന്നുമില്ല. ഇല്ല 1000 ഇല്ല. ഒരു ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? നിയർ ടു 500 ഫങ്ഷൻസ് എക്സലിൽ മാത്രമുണ്ട് കേട്ടോ. അത്രയും ഫങ്ഷൻസ് ഉള്ള ലാംഗ്വേജ് ആണ് എക്സൽ. നിങ്ങൾക്ക് അറിയണമെന്ന് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി അറിയോ, ഏതെങ്കിലും ഒരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഈക്വൽ ടു ഒരു സൈൻ ഇട്ടിട്ട് ഏന്ന് അടിക്കുക. ഇപ്പൊ കണ്ടോ ഒരുപാട് ഫങ്ഷൻസ്. എയില് മാത്രം ബിന്ന് ടൈപ്പ് ചെയ്യുക, ബിയില് മാത്രം സിന്ന് ടൈപ്പ് ചെയ്യുക, സിയില് മാത്രം. ഇനി ഡിന്ന് ടൈപ്പ് ചെയ്യുക, ഡിയില് മാത്രം. അങ്ങനെ അപ് ടു എന്ത് ചെയ്താൽ മതി, സെറ്റ് വരെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാത്തിലും ഓൾമോസ്റ്റ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ എത്ര ആൽഫബറ്റ് ഉണ്ടായിരുന്നു? 26 ആൽഫബറ്റ് അല്ലേ. ഒന്നില് 10 വെച്ചാൽ തന്നെ എത്രയായി? 260 ഹലോ ആയോ? ആയോ? ജസ്റ്റ് ഒന്ന് എടുത്ത കാര്യങ്ങൾ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ. ഒരു സെക്കൻഡ് ഇപ്പൊ വരാം.
എല്ലാവരും ക്ലിയർ ആണോ? ഓളിന്റെ കൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, എന്നാൽ ഓളിന്റെ അടുത്ത പരിപാടിയിലോട്ട് മൂവ് ചെയ്തൂടെ? ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, ആദ്യമേ ചോദിക്കുവാണ്, മൂവ് ചെയ്തൂടെ? സിമ്പിൾ ആണ്. ഇത് ഓക്കെ ആണെങ്കിൽ ഇനി പഠിക്കാവുന്ന കൺസെപ്റ്റ് എനിക്ക് ഓക്കെ ആയിരിക്കും. ഇവിടെ കിളി പാറുന്നുണ്ടെങ്കിൽ പാറിപ്പോവാൻ ചാൻസ് കിട്ടും. എവിടെയും പറയിട്ടുന്നല്ലോ കിളികളൊന്നും? അവിടെ തന്നെ ഇല്ലേ? ഓൺലൈൻ്റെയോ? ഓക്കെ ആണ് സർ. പണ്ട് ഞാനൊക്കെ ഇത് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒക്കെ കുറെ പാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കുറെ കഴിഞ്ഞിട്ട് ഇതിന്റെ ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ ഒരുപാട് ഇരുന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അവസാനം മനസ്സിലായത്. ഓക്കെ, നമുക്ക് അടുത്തൊരു കൺസെപ്റ്റിലോട്ട് വരാം. ഓളിന്റെ തന്നെ നമ്മൾ ഇതുവരെ ഒരാളെ മാത്രം റിമൂവ് ചെയ്യാനേ പഠിച്ചിട്ടുള്ളൂ. ഇനി മൾട്ടിപ്പിൾ ആൾക്കാരെ എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാനിപ്പോ ഫസ്റ്റ് വിഷനിലോട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കൗണ്ടി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് കാണേണ്ടത് ഓരോ കൗണ്ടിയിലെയും പ്രൊഡക്റ്റ് ഏതൊക്കെ ഉണ്ടെന്ന് കാണണം. നമുക്ക് ഇതിലോട്ട് ആരെ ആഡ് ചെയ്യാം? പ്രൊഡക്റ്റ് ഡാറ്റയിലെ പ്രൊഡക്റ്റിന്റെ പേര് കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലോട്ട് ആഡ് ചെയ്യാം. അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഓരോ കൗണ്ടിയിലെ ഓരോ പ്രൊഡക്റ്റ് വൈസ് ആയിട്ട് മാറുന്ന കാണാൻ പറ്റും കേട്ടോ. അലമേഡ കൗണ്ടിയിൽ ഈ ഒരു പ്രൊഡക്റ്റ്, അതുപോലെ ഓരോന്നിലും കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് റോ ഉണ്ടാവും. ഇനി ഞാൻ ഇതിലോട്ട് നമ്മുടെ ടോട്ടൽ സെയിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതിലോട്ട് ടോട്ടൽ സെയിൽസ് ആഡ് എന്ത് സംഭവിക്കും? ഓരോ കൗണ്ടിയിലെ ഓരോ പ്രൊഡക്റ്റ് വൈസ് ടോട്ടൽ സെയിൽസ് ആയിട്ട് മാറും. ക്ലിയർ. ഈ 33,650 എന്തായിരിക്കും? അലമേഡ കൗണ്ടിയിലെ പ്രൊഡക്റ്റ് 1. ഈ 6,424 എന്ന് പറഞ്ഞാൽ അലമേഡ കൗണ്ടിയിലെ പ്രൊഡക്റ്റ് 10. പക്ഷെ ക്ലയന്റ് എന്നോട് പറയുന്നത് എഗെയിൻസ്റ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഓവറോൾ വാല്യൂ എഗെയിൻസ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം. ഓവറോൾ വാല്യൂ മീൻസ് താഴെ കാണുന്ന ഈ വാല്യൂ 26 മില്യൺ, അത് എഗെയിൻസ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇത് ഓവറോൾ ഈ ഒരു വാല്യൂവിൽ ഇത്ര മാത്രം പ്രൊഡക്റ്റ് 1 അലമേഡ കൗണ്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പൊ അഗേൻസ്റ്റ് വാല്യൂ തൊട്ട് സൈഡിൽ അവർക്ക് കമ്പയർ ചെയ്യാൻ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ എന്താ യൂസ് ചെയ്യാം? ഞാനിവിടെ ന്യൂ മെഷർ സെലക്ട് ചെയ്തു. മെഷർ ഞാൻ തൽക്കാലം ഓൾ കൗണ്ടി പ്രൊഡക്റ്റ് സെയിൽസ് പാസ് ചെയ്യും. ഓക്കെ അല്ലേ? ഈക്വൽ ടു അവിടെ ആര് യൂസ് ചെയ്യും? കാൽക്കുലേറ്റ്. നമുക്ക് ഏത് എക്സ്പ്രഷനെയാണ് ഇവിടെ കാൽക്കുലേറ്റിന് മോഡിഫൈ ചെയ്യാൻ കൊടുക്കേണ്ടത്? ഏത് എക്സ്പ്രഷനെയാ? അത് മറന്നുപോയോ? ഏത് എക്സ്പ്രഷനെയാ? ടോട്ടൽ സെയിൽസ് തന്നെയാണോ? ഓക്കെ, ഇത് ഞാൻ മാത്രമേ പറയുന്നുള്ളൂ, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ. ഇടയ്ക്ക് നിങ്ങളും ഒന്ന് പറ. ഇപ്പൊ ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിക്കുന്നത് ശരിക്ക്, അല്ലേ? ഞാനിപ്പോ എന്റെ ബെറ്റർ വേർഷനായി മാറി ഓരോ ദിവസം കഴിഞ്ഞു. ഞാൻ നല്ല രീതിയിൽ പഠിക്കും ഓരോ ദിവസം, ഇങ്ങനെ പറഞ്ഞ് ഞാൻ പഠിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ പഠിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഇടക്കിടക്ക് നിർത്തുന്നത് കേട്ടോ. പഠിക്കുന്നുണ്ടല്ലോ അവരും. ഓക്കെ, ഇതിന് പകരം നിങ്ങളെ കൊണ്ട് ഓരോ ദിവസം ക്ലാസ് എടുപ്പിക്കണം. അതാണ് എന്റെ വ്യക്തമായിട്ടുള്ള പ്ലാൻ. പക്ഷെ ടൈം കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ അതിലോട്ട് അധികം ചാടാത്തത്. ഓക്കെ, അവിടെ എന്ത് ചെയ്യാം? ഓൾ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓളിന്റെ അകത്ത് എന്താ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്താ എഴുതിയിരിക്കുന്നത്? ടേബിളിന്റെ പേരല്ലെങ്കിൽ കോളത്തിന്റെ പേര്. പിന്നെ അടുത്ത ആർഗ്യുമെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? കോളം നെയിം 1, കോളം നെയിം 2, അങ്ങനെ എന്ത് ചെയ്യാം? n നമ്പർ ഓഫ് കോളത്തിന്റെ പേര് കൊടുക്കാന്ന് പറയും. പക്ഷെ ഒരു ടേബിളിന്റെ പേര് കൊടുക്കാൻ പറ്റും. ഒന്നുകിൽ എന്ത് ചെയ്യാം? ഒരു മുഴുവൻ ടേബിൾ കൊടുക്കാം, ഇല്ലെങ്കിൽ ഓരോ കോളം ആയിട്ട് കൊടുക്കാൻ പറ്റും. ടേബിൾ ആണെങ്കിൽ ഒന്ന് മാത്രമേ പറ്റൂ, 2 ടേബിൾ പോസിബിൾ അല്ല. ക്ലിയർ ആയോ? പക്ഷെ ഒരിക്കലും ടേബിൾ കൊടുത്ത് പഠിക്കരുത് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് കോളം കൊടുക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുതരാം. പക്ഷെ ഇവിടെ എല്ലാ ആർഗ്യുമെന്റ് എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? സ്ക്വയർ ബ്രേസഡ് അല്ലേ? അതിന്റെ മീനിങ് എന്താ? എല്ലാം ഓപ്ഷണൽസ് ആണ് ഓപ്ഷണൽ ആണ്. അല്ലേ? ഫസ്റ്റ് ആർഗ്യുമെന്റ് പോലും എന്താണ്? ഓപ്ഷണൽ ആണ്. അപ്പോൾ എന്താ പറയുന്നത്? എനിക്ക് ആരെയും തന്നില്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന പറയുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ ഒന്നും കൊടുക്കാതെ ക്ലോസ് ചെയ്തപ്പോൾ വർക്ക് ആവുന്നുണ്ട്. പക്ഷെ എന്താണ് ഔട്ട്പുട്ട് വരുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ആ മെഷർ നേരെ എടുത്തിട്ട് വിഷിലോട്ട് ആഡ് ചെയ്തുകൊണ്ടാവും. എന്തായി? മൊത്തം ഫിൽറ്ററിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര ഡിമെൻഷൻ ടേബിൾ ഉണ്ടോ
ആ ഡിമെൻഷൻ ടേബിളിൽ എല്ലാ ഡാറ്റയും ഒരുമിച്ചാക്കി മാറ്റി. എല്ലാരെയും ഒരുമിച്ചാക്കി മാറ്റി. അപ്പൊ എന്തായി? ഒരുപാട് ടൈം എടുത്തിട്ടാണ് അവിടെ ആര് വർക്ക് ചെയ്യുന്നത്? ഓള് വർക്ക് ചെയ്യുന്നത്. രണ്ടാൾക്കാർ ഒരുമിച്ചാക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് വേണ്ടാത്ത ആൾക്കാരെയും ഒരുമിച്ചാക്കി. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. ഒരിക്കലും എന്ത് ചെയ്യരുത്? ഓളുടെ അകത്ത് ആർഗ്യുമെന്റ്സ് കൊടുക്കാതെ ക്ലോസ് ചെയ്യരുത് കേട്ടോ. ക്ലോസ് ചെയ്താൽ വർക്ക് ആവും, പക്ഷെ അതെന്താവും? ഒരുപാട് ടൈം എടുത്തിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഹ്യൂജ് ഡാറ്റ ഒക്കെ ആണെങ്കിൽ എന്താവും? സ്ലോ ആകാൻ ചാൻസ് വളരെ കൂടുതലാവും. ചിലപ്പോൾ ഔട്ട്പുട്ട് പോലും പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ആവില്ല. മൊത്തത്തിൽ ലാഗ് ആയിട്ട് യൂഷ്വലി അവസാനം പറയും കുറച്ച് കുറച്ച് താന്ന് അത് തന്നെ പറയും. അങ്ങനെ സ്റ്റോപ്പ് ആവും സാധനം. അതുകൊണ്ട് ഒരിക്കലും ഈ രീതിയിൽ ഓളിൻ്റെ അകത്തൊന്നും പാസ് ചെയ്യാതെ കൊടുക്കരുത്. ക്ലിയർ ആയോ? തൽക്കാലം അത് ഒഴിവാക്കി. നമുക്ക് ഫസ്റ്റ് എവിടുന്ന റിമൂവ് ചെയ്യേണ്ടത്? കൗണ്ടി. പിന്നെ ടേബിളിന്റെ പേരും കൊടുക്കരുത്. ടേബിളിന്റെ പേര് കൊടുത്താൽ എന്താവും? അതിലെല്ലാ കോളത്തിനെയും ഒരുമിച്ചാക്കും. അത് എന്താണ്? ഒരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. നമുക്ക് ചിലപ്പോൾ എന്തേ വേണ്ടി വരൂ? ഒന്നോ രണ്ടോ കോളത്തിന് മാത്രമേ റിമൂവ് ചെയ്യേണ്ടി വരൂ. അപ്പൊ നമുക്കിവിടെ ഏത് കോളത്തിന് റിമൂവ് ചെയ്യേണ്ടത്? കൗണ്ടി. അപ്പൊ അത് പാസ് ചെയ്യും. ഓക്കെ, ക്ലോസ് ചെയ്തു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കറക്റ്റ് ആവുമോ? അപ്പം കൗണ്ടിൽ നിന്നുള്ള ഫിൽറ്റർ റിമൂവ് ആവുന്നുണ്ട്, പക്ഷെ പ്രൊഡക്റ്റ് നിന്നുള്ള ഫിൽറ്റർ സ്റ്റിൽ അതിലോട്ട് എന്താണ്? അപ്ലൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് നെയിമിൽ നിന്ന് കൂടെ റിമൂവ് ചെയ്യണം. എങ്ങനെയാ പ്രൊഡക്റ്റ് നെയിം ഇതിന്റെ അകത്തോട്ട് പാസ് ചെയ്യാം? നോർമൽ എങ്ങനെ പാസ് ചെയ്യും? മൾട്ടിപ്പിൾ കോളം പാസ് ചെയ്യുന്നല്ലേ പറഞ്ഞേ. അപ്പൊ എന്ത് കൊടുക്കാം? കോമ ഏത് കോളം കൊടുക്കാം? പ്രൊഡക്റ്റ് ഡാറ്റയില് പ്രൊഡക്റ്റ് നെയിം. ഓക്കെ എല്ലാവർക്കും? ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നു. ഇത് വർക്ക് ചെയ്യും. എന്താ തോന്നുന്നത്? ഇത് വർക്ക് ആവില്ല. എക്സ്പ്രഷൻ തന്നെ എറർ കിട്ടുകയാണ് ചെയ്യും. എന്താണ് എറർ? നമുക്ക് വായിച്ചു നോക്കാം. ഓൾ കോളം ആർഗ്യുമെന്റ്സ് ഓഫ് ദ ഓൾ ഫംഗ്ഷൻ. ബാക്കി നിങ്ങൾ നോക്കണ്ട, ബാക്കി നിങ്ങൾ പഠിക്കാത്ത ഫംഗ്ഷൻസ് ആണ്. ഓൾ ഫംഗ്ഷൻ മസ്റ്റ് ബി ഫ്രം ദ സെയിം ടേബിൾ. എന്താ പറയുന്നത്? ഇത് മൾട്ടിപ്പിൾ കോളംസ് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ കോളംസും എന്തായിരിക്കണം? ഒരേ ടേബിൾ നിന്നായിരിക്കണം. പക്ഷെ ഇപ്പൊ ഇവിടെ ഒരേ ടേബിൾ നിന്നാണോ? അല്ല. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? അത് പോസിബിൾ അല്ല. ഞാൻ എന്ത് ചെയ്തു? പ്രൊഡക്റ്റ് നെയിമിന് അവിടുന്ന് റിമൂവ് ചെയ്തു. എന്നിട്ടൊന്ന് റൺ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് വരുന്നുണ്ട്. ശരിക്കും എവിടുന്ന് റിമൂവ് ചെയ്തേ പറ്റൂ? പ്രൊഡക്റ്റ് നെയിമിൽ നിന്ന് റിമൂവ് ചെയ്തേ പറ്റൂ. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ഓരോളിനെ കൂടെ കോൾ ചെയ്യേണ്ടി വരും. അത് വേറൊരു ടേബിളിൽ നിന്നുള്ള ആളെ വീണ്ടും റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും ഓളിനെ തന്നെ കോൾ ചെയ്യേണ്ടി വരും. വീണ്ടും ആരെ കോൾ ചെയ്യുക? ഓൾ എവിടുന്ന് റിമൂവ് ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് ഡാറ്റയില് പ്രൊഡക്റ്റ് നെയിം. അപ്പോൾ മൾട്ടിപ്പിൾ ടേബിളില് മൾട്ടിപ്പിൾ കോളത്തിൽ നിന്നാണ് ഫിൽറ്റേഴ്സ് വരുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യേണ്ടി വരും? എഴുതി കൊടുക്കേണ്ടി വരും. മൾട്ടിപ്പിൾ ടൈംസ് ഓളിനെ കോൾ ചെയ്യേണ്ടി വരും. അല്ലാതെ ഒരു സിംഗിൾ ഓൾ വെച്ചിട്ട് കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണ് എല്ലാവർക്കും? എന്തുകൊണ്ട് ഇവിടെ രണ്ട് ടൈം ഓളിനെ കോൾ ചെയ്ത് മനസ്സിലായില്ലേ? കൗണ്ടിയും പ്രൊഡക്റ്റ് നെയിം രണ്ട് ഡിഫറെന്റ് ടേബിളിലെ കോളംസ് ആണ്. ഓൺലൈൻ ക്ലിയർ ആയോ? പറഞ്ഞോളൂ. ഈ ടേബിള് കൊടുക്കാത്ത എന്തുകൊണ്ടാന്ന് പറയോ? ഈ ഓളിന്റെ ഉള്ളില് ടേബിൾ കോളം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ടേബിളിലെ എല്ലാ കോളത്തിനെയും അത് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്താ? ഈ പ്രോസസിംഗ് ടൈം അവിടെ കൂടും. നമുക്ക് അത്രയും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ജസ്റ്റ് ലൊക്കേഷൻ ഡാറ്റയില് ഒരാളിന്ന് മാത്രമേ റിമൂവ് ചെയ്യണ്ടൂ. അതിന് പകരം അതിൽ എല്ലാ ആൾക്കാരും എടുത്ത് എന്താവും? നമ്മുടെ പ്രോസസിംഗ് ടൈം അവിടെ ഒരുപാട് ഇൻക്രീസ് ആവും. അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് എപ്പോഴും കോളംസ് മോസ്റ്റ് ടൈം നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ക്ലിയർ ആവശ്യത്തിന് യെസ് സർ. ഓൺലൈൻ പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്ത് ഈ ഒരു കൺസെപ്റ്റ് പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്ത്. സൂര്യ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഓക്കെ.
ഓഫ്ലൈൻ എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? മുഫീദ, രുക്മണി, സന്ദീപ്, ഷബാസ്, സൂര്യ ചെയ്യുന്നുണ്ടോ? ഓക്കെ. ഇനി ഓണിൽ തന്നെ അടുത്ത രീതിയിൽ ഇംപ്ലിമെന്റേഷൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പുതിയ പേജിലോട്ട് വന്നു, ഇവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇതുവരെ പറഞ്ഞ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ലൊക്കേഷൻ ഡാറ്റയിലെ കോളംസ് മാത്രമേ യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇത് ഒരു ടേബിളിൽ തന്നെ മൾട്ടിപ്പിൾ കോളംസ് യൂസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. ഫസ്റ്റ് നമുക്കിവിടെ സ്റ്റേറ്റിനെ ആഡ് ചെയ്യാം. നമ്മുടെ കയ്യിൽ എത്ര സ്റ്റേറ്റ് ഉള്ളത്? ഒരു സിംഗിൾ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൽ എത്ര കൗണ്ടി ഉള്ളത്? 22 കൗണ്ടി. അവിടെ ആഡ് ചെയ്യും. ഉണ്ടോ? ഒരു സ്റ്റേറ്റിൽ 22 കൗണ്ടി. അതായത് ഒരു ഗ്രൂപ്പ് ബൈ വർക്ക് ചെയ്യുന്ന കൺസെപ്റ്റ് തന്നെ. ഫസ്റ്റ് സ്റ്റേറ്റിനെ ഗ്രൂപ്പ് ചെയ്യുന്നു, അതിനുശേഷം കൗണ്ടി അതിനെ ബേസ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുന്നു. ഈ ഓരോ കൗണ്ടിയും ലൊക്കേഷൻസ് അറിയണം. ഇപ്പൊ എന്ത് ചെയ്യാം? നെയിമാണ് ലൊക്കേഷന്റെ പേര്, അതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാം, കാലിഫോർണിയ സ്റ്റേറ്റിൽ അലമേഡ കൗണ്ടിയിൽ 1, 2, 3, 4 4 ലൊക്കേഷൻസേ ഉള്ളൂ. ഇനി കോൺട്രാ കോസ്റ്റ കൗണ്ടിയിലാണെങ്കിലോ 3 ലൊക്കേഷൻസ് മാത്രമേ ഉള്ളൂ. ഫ്രസ്നോ കൗണ്ടിയിൽ 2 ലൊക്കേഷൻസ് മാത്രമേ ഉള്ളൂ. കേൺ കൗണ്ടിയിലോ ഒരൊറ്റ ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ലോസ് ഏഞ്ചൽസ് അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് ലൊക്കേഷൻസ് കാണാൻ പറ്റുന്നുണ്ടോ? എപ്പോഴും കാണാൻ പറ്റും ലോസ് ഏഞ്ചൽസിലാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് എല്ലാം നടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവിടുത്തെ ഒരുപാട് ലൊക്കേഷനിൽ പോയിട്ടുണ്ടോ, അതുകൊണ്ടാണ് അത്രയും റവന്യൂ അവിടെ മാത്രം വന്നിരിക്കുന്നത്. ആ കൗണ്ടിലാണ് ഓൾമോസ്റ്റ് കുറെ വരുന്നത്. അവിടെയും ഓറഞ്ചിലൊക്കെ ഒരുപാട് ലൊക്കേഷൻസ് വരുന്നുണ്ട്. ഇവിടെ ഫ്രസ്നോ കൗണ്ടിലൊക്കെ കണ്ടോ? കേൺ കൗണ്ടിലൊക്കെ കണ്ടോ? ഒരൊറ്റ ലൊക്കേഷനേ വരുന്നുള്ളൂ. ഇനി അലമേഡയിലാണെങ്കിലോ ജസ്റ്റ് 4 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഓരോ ലൊക്കേഷനിലെയും റവന്യൂ അറിയണം. നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ സെയിൽസിലോട്ട് ആഡ് ചെയ്യാം. അപ്പൊ എന്തായിരിക്കും ടോട്ടൽ സെയിൽസ് മാറുന്നുണ്ടാവുക? ഓരോ സ്റ്റേറ്റിലെ ഓരോ കൗണ്ടിയിലെ ഓരോ ലൊക്കേഷൻ വൈസ് റവന്യൂ ആയിട്ടുണ്ടാവും. കണ്ടോ? ക്ലിയർ ആയോ? ഇനി എനിക്ക് ഇവിടെ അഗെയിൻസ്റ്റ് ടോട്ടൽ ഡിസ്പ്ലേ ചെയ്യണം. എല്ലായിടത്തും കൂടെ ഒരുമിച്ചിട്ടാണെങ്കിൽ എത്രയാണെന്നില്ല ആ അഗെയിൻസ്റ്റ് വാല്യൂ എനിക്കിവിടെ മുഴുവൻ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ആ ഒരു ടോട്ടൽ സെയിൽസ് എവിടെ നിന്നൊക്കെ ഫിൽറ്റർ റിമൂവ് ചെയ്യേണ്ടി വരും? സ്റ്റേറ്റിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വരും, കൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വരും, നെയിമിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വരും. ഇവിടെ എല്ലാം എന്താണ്? ഒരേ ടേബിളിന്റെ അകത്തുള്ള കോളംസ് ആണ്. നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഒരു സിംഗിൾ ഓൾ ഫംഗ്ഷന്റെ അകത്ത് മൾട്ടിപ്പിൾ കോളംസ് പാസ് ചെയ്ത് കൊടുത്താൽ മതി. എന്തുകൊണ്ടാ? എല്ലാം ഒരേ ടേബിളിലെ കോളംസ് ആയതുകൊണ്ട് ഒരു സിംഗിൾ ഓൾ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇംപ്ലിമെന്റേഷൻ നോക്കാം. ഞാൻ ഡമ്മി ടേബിൾ സെലക്ട് ചെയ്തു, ന്യൂ മെഷർ. മെഷറിന്റെ പേര് ഞാൻ ഓൾ ലൊക്കേഷൻ സെയിൽസ് തന്നെ പാസ് ചെയ്തു. അതിനുശേഷം കാൽക്കുലേറ്റ് എക്സ്പ്രഷൻ. ഏത് എക്സ്പ്രഷനെ മോഡിഫൈ ചെയ്യേണ്ടത്? ടോട്ടൽ സെയിൽസ് കോമ എവിടെ നിന്നൊക്കെ ഫിൽറ്ററിന് റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഫിൽറ്റർ റിമൂവ് ചെയ്യാൻ ആരെ യൂസ് ചെയ്യാം? ഓൾ. ഓക്കെ. എവിടെ നിന്നൊക്കെ റിമൂവ് ചെയ്യണം? ഫസ്റ്റ് സ്റ്റേറ്റ് നിന്ന് റിമൂവ് ചെയ്യണം. സ്റ്റേറ്റ്. പിന്നെയോ ഇവിടെ മൾട്ടിപ്പിൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെയും സിൻടാക്സ് ഫോളോ ചെയ്യാം. പിന്നെയോ സ്റ്റേറ്റ് കഴിഞ്ഞാലോ കൗണ്ടി. പിന്നെ ഇത് രണ്ടും മാത്രം മതിയോ? പിന്നെ എന്തുകൂടെ വേണം? നെയിം, ലൊക്കേഷന്റെ പേര്, അതുകൂടെ വേണം. അതിനുശേഷം എന്ത് ചെയ്യാം? ഓൾ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നു, അതിനുശേഷം ആരെയും ക്ലോസ് ചെയ്യുന്നു, കാൽക്കുലേറ്റർ ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ആ മെഷർ ഞാൻ നേരെ ആ വിഷയിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ എഗെയിൻസ്റ്റ് അവിടെ ടോട്ടൽ കാണാൻ പറ്റും. എല്ലാവർക്കും സെയിം. ഇവിടെ ഒരു സിംഗിൾ ഓൾ യൂസ് ചെയ്യുന്ന റീസൺ എന്താ? എല്ലാവരെയും സോറി എല്ലാ കോളംസും ഒരേ ടേബിളിൽ നിന്നായതുകൊണ്ട് നമുക്ക് സിംഗിൾ ഓൾ യൂസ് ചെയ്യാൻ പറ്റിയാന്ന് തോന്നുന്നു. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓൺലൈൻ ക്ലിയർ ആണ് എല്ലാവർക്കും? യെസ് സർ. Okay.
ഒന്നുമില്ല. ഫിൽട്ടർ ഫംഗ്ഷൻ ആണെങ്കിലും അങ്ങനെ ഓർഡർ ഉദ്ദേശിക്കുന്നു. ഏത് ഫിൽട്ടർ ഫംഗ്ഷൻ? അതായത് ഇന്നലെ നമുക്ക് കുറച്ച് അസൈനിങ് ക്വസ്റ്റ്യൻ ചെയ്യും. ആ അപ്പൊ അതിൽ നമ്മൾ കാൽക്കുലേറ്റ് ഇടും, ഉം. അതിനുള്ള എക്സ്പ്രഷൻ ഇടും, എന്നിട്ട് ഫിൽട്ടർ ഇടും. ഉം. ആ ഒരു ഫിൽട്ടർ ഫംഗ്ഷൻ അടുത്ത ഫിൽട്ടർ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ഓർഡർ ആണ് ചോദിച്ചത്. ആ, അത് ഓർഡർ അവിടെ ചില- ഇല്ല, ഓർഡർ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും പറയുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് എന്ത് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കരുത്. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു? ഓക്കെ, ഇതല്ല ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫൈൻഡ് റവന്യൂ ജനറേറ്റഡ് ബൈ പ്രൊഡക്റ്റ് 1 ഇൻ ഓറഞ്ച് കൗണ്ടി. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് മുഴുവൻ എക്സ്പ്രഷൻ എഴുതിയിട്ടായിരിക്കും റൺ ചെയ്യാൻ പോകുന്നുണ്ടാവുക. ഇവിടെ എപ്പോഴും പറയണ്ട അങ്ങനെ ചെയ്യരുത്. ഫസ്റ്റ് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് 1ന്റെ മാത്രം ഓൾ റവന്യൂ ഡിസ്പ്ലേ ചെയ്യാം. എന്നിട്ട് അതിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്താൽ മതി, ഓറഞ്ച് കൗണ്ടി. അപ്പോൾ പ്രൊഡക്റ്റ് 1 ആണെങ്കിൽ അത് എവിടുത്തതായിരിക്കണം, ഓറഞ്ച് കൗണ്ടിയിലതായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് 1ന്റെ കണ്ടുപിടിച്ചിട്ട് ഓറഞ്ചിലോട്ട് മാറ്റും. ഇനി ഓറഞ്ചിൽ കണ്ടുപിടിച്ചിട്ട് പ്രൊഡക്റ്റ് 1ലോട്ട് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു ഓർഡറിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസെപ്റ്റ് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അവിടെ ഓർഡറിന് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ കറക്റ്റ് വേല ഇംപ്ലിമെന്റ് ചെയ്താൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഈ ഫോർത്ത് ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഫൈൻഡ് ഹൗ മെനി പ്രൊഡക്റ്റ് 1 സോൾഡ് ബൈ ഫ്രെഡ് റോബർട്സൺ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഫ്രെഡ് റോബർട്സൺ എത്ര പ്രൊഡക്റ്റ് വിറ്റഴിച്ചു എന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ ചിന്തിക്കാം. അതായത് ആ ഒരു സെയിൽസ് പേഴ്സൺ ടോട്ടൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് വിറ്റഴിച്ചു നോക്കുക, അതിൽ എത്ര എണ്ണമാണ് പ്രൊഡക്റ്റ് 1 എന്ന് വേണം കണ്ടുപിടിക്കുക. നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കാം, പ്രൊഡക്റ്റ് 1 മാത്രം എത്ര ക്വാണ്ടിറ്റി, അതിൽ ഈ ഒരു സെയിൽസ് പേഴ്സൺ മാത്രം എത്ര, ഐഡിയ കിട്ടും. അങ്ങനെ ചെയ്യാം. പിന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺസെപ്റ്റ് പെട്ടെന്ന് കിട്ടും. ഏറ്റവും ഷോർട്ട് കട്ട് അതാ. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് മനസ്സിൽ ഇങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിന്റെ ആൻസറിലോട്ട് വരാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി മാത്രമേ അവന്റെ അവിടെ ഉണ്ടാവും, മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. നിങ്ങൾ ആവണമെന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനും റിക്വയർമെന്റും ഡാറ്റയൊക്കെ നിങ്ങളുടെ മനസ്സിലോട്ട് ഒന്നിങ്ങനെ റൺ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് വരാൻ പറ്റും. പണ്ട് ടീച്ചേഴ്സ് പറയാറില്ലേ, എഴുതുമ്പോൾ പറഞ്ഞുകൊണ്ട് എഴുതണമെന്ന് പറയാറില്ലേ, അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ചെയ്യലാണ്, ചെയ്യുമ്പോൾ പറഞ്ഞുകൊണ്ട് ചെയ്യാം. അപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് എല്ലാവർക്കും ഈ ഒരു ഓളിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓൺലൈൻ ഓഫ്ലൈൻ ഓക്കെ. Yes, Yes, sir, clear ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന ഫംഗ്ഷന്റെ കൺസെപ്റ്റ് ഒക്കെ നെക്സ്റ്റ് സെഷനിൽ എടുക്കാം കേട്ടോ. തിങ്കളാഴ്ച ആയിരിക്കും നെക്സ്റ്റ് സെഷൻ വരുന്നത്. അന്ന് വരുമ്പോഴേക്ക് എന്താവണം, ഓളൊക്കെ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് വരണം കേട്ടോ. ഓളിന്റെ തന്നെ വേറൊരു ലെവൽ ഫംഗ്ഷനാണ് നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത്. അത് മനസ്സിലാവണമെങ്കിൽ ആരറിയണം, ഓൾ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് സൺഡേ എങ്കിലും ഒന്ന് റെഫർ ചെയ്ത് നോക്കിയിട്ട് വരുക കേട്ടോ. പറ്റാവുന്ന ആളാണെങ്കിൽ എല്ലാ ദിവസവും എന്ത് ചെയ്യുക, മാക്സിമം ഇരുന്നിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. മാക്സിമം ടൈം നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, പലർക്കും ഇതുവരെ എടുത്ത പവർ ബൈ സെഷൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നില്ലേ? ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അവൈലബിൾ ആയിരിക്കും, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ഓൺലൈൻ എല്ലാവർക്കും ഓക്കെ അല്ലേ ചെയ്തതൊക്കെ? yes. Yes, sir, okay, sir. ഓൺലൈൻ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലീവ് ചെയ്യുന്നവർ ലീവ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Thank you, sir. ഓക്കെ. Thank you, sir. ഓക്കെ.